ആദ്യ പടം എവിടെ അവസാനിച്ചോ ആ പോയിന്റിൽ നിന്നാണ് ഈ ഒരു പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. പോളിന്റെ കൈകൊണ്ട് മരിച്ച നമ്മുടെ ജെയിംസിന്റെ ബോഡിയായിട്ട് ഇവരെല്ലാവരും ഈ പറഞ്ഞ സീച്ച് ടബറിലേക്ക് നടക്കുകയാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു അറാക്കിസിലുള്ള എല്ലാ ഫ്രമൻസും ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ അവരുടെ താവളം. അവിടേക്കാണ് ഇവരെല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവർ പോകുന്ന സമയത്താണ് ഒരു ഹാക്കണൻ ഷിപ്പ് അവിടെ വന്ന് ഇറങ്ങുന്നത്. അതിൽ നിന്ന് കുറെ ആൾക്കാർ ഇറങ്ങിയിട്ട് ആ സ്ഥലം മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ അവർ ഇത്രയും ഉള്ളിലേക്കൊന്നും വരാത്തതാണ്. ബട്ട് ഇപ്പൊ വന്നു. ഇവർക്കും വേറെ വഴിയില്ല, തിരിച്ചെതിർത്തേ പറ്റത്തുള്ളൂ. തുടർന്ന് ഇവരുടെ ഇടയിൽ ഒരു അടി നടക്കുകയാണ്. അക്കൂട്ടത്തിൽ ഇതിലൊന്നും പെടാതെ ഒരു മൂലിക്കുണ്ടായിരുന്ന നമ്മുടെ പോളിനെയും ജെസിക്കയും കൊല്ലാൻ വേണ്ടി ഒരു ചങ്ങായി വരുന്നു. പോൾ അവനെ അടിച്ചു കൊന്ന് തിരിയുന്ന സമയത്ത് ഇവന്റെ മുകളിൽ നിന്ന് വേറൊരു ഹോക്കണൻ സോൾജർ വന്നിട്ട് ഇവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ കറക്റ്റ് ആയിട്ട് ജെസിക്ക് വന്ന് അവനെ രക്ഷപ്പെടുത്തുന്നു. പോൾ നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എതിരാളിക്ക് പുറം കാണിച്ച് നിന്ന് കൊടുക്കരുത്. ഇല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം, അമ്മയ്ക്കും കൊച്ചിനും അവൾക്ക് ഓക്കെ അല്ലേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെയാണ്. അറിയാലോ, ജെസിക്ക് പ്രഗ്നന്റ് ആണ്, ഒരു പെൺകുട്ടിയാണ്. പിന്നെ എതിരാളിക്ക് പുറം കാണിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. പാർട്ട് 1 ഗേണി ഇവനെ ട്രെയിൻ ചെയ്യുന്ന സമയത്തും ഇതേ ഡയലോഗാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ വന്ന എല്ലാവരെയും ഇവർ കൊല്ലുന്നു. അത് കഴിഞ്ഞ് ഈ മരിച്ച ആളുകളുടെ ബോഡിയിൽ നിന്ന് മോയ്സ്ചർ റിമൂവ് ചെയ്യണം. അതായത് അവരുടെ ബോഡിയിലുള്ള എല്ലാ വാട്ടർ കണ്ടന്റും അവർ റിമൂവ് ചെയ്തെടുക്കുന്നു. മുമ്പും പറഞ്ഞിട്ടുണ്ട് ഫ്രമാൻസിനും അറാക്കിസിലും വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമാണ്. സോ ഒരു തുള്ളി പോലും അവർ വെറുതെ കളയത്തില്ല. തുടർന്ന് അവരുടെ ബോഡിയിൽ നിന്ന് ആ ഒരു വെള്ളം റിമൂവ് ചെയ്ത് അതിനെ ഫിൽത്തി വാട്ടർ എന്നാണ് അവർ പറയുന്നത്. അവരിത് കുടിക്കത്തില്ല, പകരം ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ ശേഖരിച്ച് വെക്കുന്ന. അങ്ങനെ ഇവരുടെ ബോഡിയിൽ നിന്ന് ആ ഒരു ഫിൽത്തി വാട്ടറെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇവരെ എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സാൻഡ്വേം ഉണ്ടല്ലോ അതിന് ഇതിന്റെ ബോഡി ഇട്ട് കൊടുത്തിട്ട് ഇവരെല്ലാവരും ആ ഒരു സീക്ക് ടബറിലേക്ക് നടക്കുന്നു. അവിടെ ഘട്ടത്തിൽ അടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് എംപറിന്റെ മകളായിട്ടുള്ള പ്രിൻസസ് ഇറുലാൻ ആണ്. ഇവരുടെ ഹൗസ് എന്ന് പറയുന്നത് ഹൗസ് കൊറീനോ ആണ്. ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ എംപറർ ആയിട്ടുള്ള ഷഡാം ഫോർ. സോ ഇദ്ദേഹവും ഹോക്നൻസും ചേർന്നിട്ടാണ് ഈ ഒരു അട്രേഡിസിനെ ഇല്ലാതാക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞ ഡ്യൂക്ക് ലെറ്റോ, അതായത് നമ്മുടെ പോളിന്റെ അച്ഛൻ ഇങ്ങേർക്ക് ഒരു മകനെ പോലെ ആയിരുന്നു. പക്ഷെ അധികാര ബുദ്ധിയും ഹോക്നൻസിന്റെ ഇൻഫ്ലുവൻസും ഇയാളെ ഭയങ്കരതയും മാറ്റി. അങ്ങനെ ഹൗസ് അട്രേഡിസിനെ തന്നെ ഇല്ലാതാക്കിയതിനെ തുടർന്ന് നമ്മുടെ ലോർഡ് ബാരൻ റബാനെ അറാക്കിസിലുള്ള ഒരു സ്പൈസ് പ്രൊഡക്ഷന്റെ ഹെഡായിട്ട് ഇങ്ങനെ നിയമിക്കുകയാണ്. ഇനി മുതൽ അറാക്കിസിലുള്ള സ്പൈസ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന റബാൻ ആയിരിക്കും. ഓരോ പ്രാവശ്യം ഫ്രമിന്റെ ടെറിട്ടറി കയറുന്ന ഓരോ ഹാക്നൻ ട്രൂപ്സും തിരിച്ചു വന്നിട്ടില്ല. സർ ഇത് ശരിയാവത്തില്ല, വി ആർ ലൂസിംഗ് മെൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൂടെയുള്ള ആൾ പറയുന്നു. തന്നോട് അറാക്കിസ് മൊത്തം ഓവർലുക്ക് ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്. ഇതിലിപ്പോ പകുതിയല്ലേ ഉള്ളൂ സർ, ബാക്കി പകുതി അറിയാലോ, അത് അൺഹാബിറ്റബിൾ ആണ്. സോ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇത് കേട്ടത് റബാന് ദേഷ്യം വന്നിട്ട് അയാളെ 8 അടിച്ചെന്നെ കൊല്ലുന്നു. ഫ്രമൻസ് ആക്ച്വലി അത് ഫ്രീ മെൻസ് എന്നാണ് അർത്ഥം. പക്ഷെ അത് ഫ്രീ മെൻ എന്ന് പറയാതെ ഫ്രമൻ എന്ന് പറയാണ്. ആ വാക്കുപോലും നമ്മുടെ റബാൻ പറയൂല. അവൻ പറയുന്നത് റാറ്റ്സ് എന്നാണ്. ഡെസേർട്ടിലുള്ള വെറും എലികളായിട്ടാണ് റബാൻ അവരെ കൺസിഡർ ചെയ്യുന്നത്. സോ അറാക്കിസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാനറ്റിന്റെ നോർത്ത് സൈഡ് മാത്രമാണ് ഇവര് ഹാബിറ്റബിൾ ആയിട്ട് നിർത്തിയേക്കുന്നത്. മറ്റു ഭാഗം സൗത്ത് സൈഡിലോട്ട് വരുന്ന സമയത്ത് അത് ഹാബിറ്റബിൾ ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രമൻസ് ഇവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി സൗത്തിലോട്ടാണ് പോയേക്കുന്നത്. ഹാബിറ്റബിൾ ആയിട്ട് അവർ കൺസിഡർ ചെയ്യാത്ത അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സൈഡിലോട്ടൊക്കെ ഫ്രമൻസിന് മാത്രമേ പറ്റത്തുള്ളൂ. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ സ്റ്റിൽഗറും ടീമും ഈ ഒരു സീച്ച് ടവറിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഉള്ളവർ ഇവരെ എതിർക്കുകയാണ്, പോളിനെയും ജെസിക്കയും. കാരണം അവർ വിചാരിക്കുന്നത് ഇവർ രണ്ടുപേരും ചാരന്മാരാണ്, സ്പൈസ് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവരും ഇവർക്ക് എതിരാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ വേറെ കുറച്ച് ആൾക്കാർ ലിസാൻ അൽഗേവി നമ്മളെ രക്ഷിക്കാൻ വന്ന രക്ഷകനെത്തി എന്ന് പറഞ്ഞ് ഇവരെ അങ്ങ് തൊഴുതു നിൽക്കുന്നു, പ്രത്യേകിച്ച് നമ്മുടെ പോളിന് മുമ്പിൽ. തുടർന്ന് സീച്ച് ടവറിലെ എൽഡേഴ്സ് എല്ലാവരും ഇരുന്നിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നു. അവരിൽ പലർക്കും അവർ രണ്ടുപേരും ഇവിടെ നിർത്താൻ താല്പര്യമില്ല. ബട്ട് അവിടെ സ്റ്റിൽഗർ മാത്രമാണ് ഇവർക്ക് വേണ്ടി വാദിക്കുന്നത്. ഇല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നേരിട്ട് അതിന്റെ സൂചനകൾ കണ്ടതാണ്. പ്രൊഫസിൽ പറയുന്ന പോലെ തന്നെ പോളാണ് ഈ പറയുന്ന ലിസാൻ അൽഗേവി. അവൻ ജെയിംസിനെ ഫെയർ ആയിട്ടുള്ള ഒരു ഫൈറ്റിലാണ് തോൽപ്പിച്ചേക്കുന്നത്. പോരത്തിന് നമ്മുടെ ഭാഷ അവൻ സംസാരിക്കുന്നുണ്ട്, കുറച്ച് സമയം അവന് കൊടുക്കാം. ശരി, പോളിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, ഇവള് ജെസിക്കയുടെ കാര്യം എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കിട്ടിയതിൽ ഉള്ളിൽ പോളും ജെസിക്കയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്റെ അച്ഛന്റെ കുറച്ച് വിഷൻസും അതേപോലെ തന്നെ തലയെല്ലാം കറങ്ങുന്ന പോലെ ഒരു ഫീൽ ഇവന് വരുന്നു. സംഭവം എന്താണെന്നാൽ ഇവർ കഴിക്കുന്ന ഒരു ഭക്ഷണം ഉണ്ടല്ലോ അതിനകത്ത് സ്പൈസ് ഉണ്ട്. ഫ്രമൻസിന് കുഴപ്പമില്ല, കാരണം അവർ ആ ഒരു സ്പൈസുമായിട്ട് ഭയങ്കര എക്സ്പോസ് ആയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ സാധാരണ ആൾക്കാർ സ്പൈസുമായിട്ട് അധികം എക്സ്പോസ് ആവാത്ത ആൾക്കാർക്ക് അത് പെട്ടെന്ന് കിട്ടുമ്പോൾ തലകറക്കവും ഇല്യൂഷൻസും ഡ്രീംസും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ നടക്കും. അതാണ് ഇവിടെ നമ്മുടെ പോളിന് സംഭവിക്കുന്നത്. ഇവരിങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് സ്റ്റിൽഗർ നമ്മുടെ ജെസിക്കയെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തിലോട്ട് കൊണ്ടുവന്നത്. നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ വലിയൊരു കുളം, ഒരുപാട് വെള്ളമുണ്ട് അതിന്റെ ഉള്ളിൽ. ഇതാണ് ഹോളി വാട്ടർ. ഇവിടെ മൊത്തം ഏതാണ്ട് 38 മില്യൺ ഡെക്കാലിറ്റേഴ്സ് വെള്ളമുണ്ട്. പക്ഷേ ദാഹം കൊണ്ട് മരിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങളിൽ ഒരാൾ പോലും ഇതിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് കുടിക്കത്തില്ല. ജെയിംസിന്റെ വെള്ളവും ഇതിലോട്ടാണ് പോകുന്നത്. നോക്കുമ്പോൾ നമ്മുടെ മരിച്ച ജെയിംസിന്റെ ബോഡിയിൽ നിന്ന് അവർ ആ ഒരു വെള്ളം മൊത്തം എക്സ്ട്രാക്ട് ചെയ്ത് ആ വെള്ളം ഇതിലേക്ക് അവർ മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വെള്ളം അവിടെ ഉണ്ടാവണമെങ്കിൽ എത്ര പേര് മരിച്ചിട്ടുണ്ടാവും. ഇത് കേട്ട നമ്മുടെ ജെസിക്ക് ഭയങ്കര ഷോക്ക് ആവുക. അവൾ അറിയാതെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. അപ്പോൾ സ്റ്റിൽഗർ അത് തുടച്ചിട്ട് അവൻ കുടിക്കുക. മരിച്ച ഒരാൾക്ക് വേണ്ടി നീ കണ്ണീര് കളയരുത്, വെള്ളം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങൾക്ക് ഇതേപോലെ 1000 സ്ഥലങ്ങളുണ്ട്. വൺസ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഞങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞാൽ ലിസാൻ അൽഗേയും ഈ അറാക്കിസിനെ തന്നെ മാറ്റിമറിക്കും. മരങ്ങളും ചെടികളും നിറഞ്ഞ ഒരു ഗ്രീൻ പാരഡൈസ് ആയിട്ട് അദ്ദേഹം മാറ്റിമറിക്കും. അതിന് വേണ്ടിയുള്ള വെള്ളമാണ് ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതും അവരുടെ ആ ഒരു പ്രോഫസിയുടെ ഭാഗമാണ്. അപ്പൊ ജെസിക്ക് ചോദിക്കുന്നു, ഇതെല്ലാം എന്തിനാ എന്നോട് പറയുന്നത്? നിങ്ങളുടെ മകൻ ലിസാൻ അൽഗീബ് ആണെങ്കിൽ അവന്റെ അമ്മ ഒരു റെവറൻ മദർ ആയിരിക്കണം. ഈ റെവറൻ മദർ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥാനമാണ്. അവർക്ക് ഒരുപാട് എബിലിറ്റീസ് ഉണ്ട്. പ്രധാനമായിട്ടും മെമ്മറി ഇൻഹെറിറ്റൻസ് ആണ്. ഇവർക്ക് മുമ്പുള്ള എല്ലാ റെവറൻ മദേഴ്സിന്റെ ഓർമ്മകളും അവരുടെ മെമ്മറീസും ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നും അവരുടെ പെയിനും എല്ലാം ഈ വരാൻ പോകുന്ന പുതിയ റെവറൻ മദറിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യാണ്. ഇപ്പൊ ഇവരുടെ ആ ഒരു റെവറൻ മദർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം അവർക്ക് പ്രായമായി. അപ്പൊ അവർക്ക് പകരം പുതിയ റെവറൻ മദർ ആയിട്ട് ജെസിക്ക വരണം എന്നാണ് സ്റ്റിൽഗർ പറയുന്നത്. ജെസിക്കയും വേറൊരു ഓപ്ഷൻ ഇല്ല, അവളും അതിന് സമ്മതിക്കുന്നു. പിന്നെ ഈ റെവറൻ മദർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് ഈ മറ്റേ ഫ്രമൻ
ഫ്രമൻസിന് മാത്രമല്ല എല്ലാ കൾച്ചറിലും ഉണ്ട്. ബട്ട് അവർ ഓരോരുത്തരുടെയും വേ ഓഫ് അപ്രോച്ചും അതിന്റെ പ്രൊസീജിയറും വ്യത്യാസം ഉണ്ടാവും. ബട്ട് ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു സ്ഥാനം ഒരേപോലെയാണ്. ലിസൺ അൽഗെയ്വിന്റെ അമ്മ ആയതുകൊണ്ട് മാത്രമല്ല ജെസിക്ക ഒരു ബെന ജെസറ്റ് കൂടിയാണ്. അതുകൊണ്ട് റെവറൻ മദർ ആവാനുള്ള ആ ഒരു എന്താ പറയുക യോഗ്യത അവൾ കൂടുന്നുണ്ട്. തുടർന്ന് റെവറൻ മദർ ആവാനുള്ള ഒരു റിച്വൽസ് സ്റ്റാർട്ട് ആവുകയാണ്. ഈ വയസ്സായി കാണുന്ന ഈ ഒരു അമ്മജിയാണ് ഇവരുടെ ഇപ്പോഴത്തെ റെവറൻ മദർ. ഓക്കെ, എന്നിട്ട് ഇവളോട് ഒരു നീല വെള്ളം, അത് ആക്ച്വലി പോയിസൺ ആണ്, അത് കുടിക്കാൻ പറയാം. വാട്ടർ ഓഫ് ലൈഫ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ലിക്വിഡ് ഷായ്ഹോലോത്ത് അല്ലെങ്കിൽ ആ ഒരു വലിയ സാൻവേം അല്ലേ അതിന്റെ ബോഡിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു യൂറിൻ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവൾ ഈ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഈ ഒരു സാധനം കുടിച്ച ശേഷം ഇവൾക്കെങ്ങാനും ആ ഒരു യോഗ്യതയില്ല, റെവറൻ മദർ ആവാനുള്ള യോഗ്യത ഇല്ലെങ്കിൽ കുടിച്ച ഉടനെ തന്നെ ജെസിക്ക മരിച്ചു. ഇതറിഞ്ഞപ്പോൾ ജെസിക്കയ്ക്ക് പേടിയാവുന്നു, അവൾ കുടിക്കില്ല എന്ന് പറയും. അപ്പൊ അമ്മജി കുടിക്കടയാതെന്ന് പറഞ്ഞിട്ട് അവളോട് ആ ഒരു വോയിസ് വെച്ച് കമാൻഡ് ചെയ്യുന്നു. ഈ വോയിസ് എന്ന് പറയുന്നത് അറിയാലോ, ഒരു കൈൻഡ് ഓഫ് ഒരു സ്പെഷ്യൽ എബിലിറ്റി ആണത്. ഇവരെന്ത് പറയുന്നു അത് വെച്ച് ആൾക്കാരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് ഇതിൽ വരുന്നത്. അങ്ങനെ ജെസിക്കയും ആ ഒരു വാട്ടർ ഓഫ് ലൈഫ് കുടിക്കുകയാണ്. പക്ഷേ അവിടെയുള്ള ആർക്കും ഇവള് പ്രഗ്നന്റ് ആണെന്ന് പറയുന്ന കാര്യം അറിയത്തില്ല. അത് കുടിച്ച ഉടനെ തന്നെ അവൾ ഭയങ്കരതയും വേദന കൊണ്ട് പൊളയുന്നുണ്ട്. ശേഷം ആ ഒരു വാട്ടർ ഓഫ് ലൈഫ് അവളുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിലേക്കും പകരുന്നു. ഈ ഒരു വിഷയം അവസാന നിമിഷമാണ് നമ്മുടെ ആ ഒരു വയസ്സായിട്ടുള്ള അമ്മമ്മ അറിയുന്നത്. നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ വലിയൊരു തെറ്റ് ചെയ്തു, അവള് പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞതും ആ സ്ത്രീ മരിക്കുന്നു. അങ്ങനെ ആ ഒരു റിച്വൽ അവസാനിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ജെസിക്ക കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ട്രെവറൻ മദർ ആയിട്ട് ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുക. ബട്ട് ഇവിടെ ജെസിക്കയ്ക്ക് മാത്രമല്ല ആ ഒരു എബിലിറ്റിയും ആ ഒരു ഫ്യൂച്ചർ ഇൻഹെറിറ്റൻസ് എല്ലാം കിട്ടിയേക്കുന്നത് അവളുടെ വയറ്റിൽ വളരുന്ന കുട്ടിക്കും കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ ഇവിടെ ജെസിക്ക സർവൈവ് ആയത് തന്നെ വെളിയിൽ വലിയൊരു തർക്കത്തിലേക്ക് കൊണ്ടുപോകാം. വിശ്വാസികളെല്ലാം ഒരു സൈഡിൽ കണ്ടില്ലേ, പ്രവചനം പോലെ തന്നെ സംഭവിച്ചു, ലിസാൻ അൽഗെയ്വിന്റെ അമ്മ റെവറൻ മദർ ആയിട്ട് മാറി, ഇനി എന്താ നോക്കാൻ, ഇദ്ദേഹമാണ് നമ്മൾ ലിസാൻ അൽഗെയ്വ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ നിങ്ങൾ എന്ത് തേങ്ങ ഈ പറയുന്നത്, നിങ്ങൾക്ക് എന്താ ബോധമില്ല, അവളൊരു ബെന ജെസററ്റ് ആണെന്നുള്ള രീതിയിൽ മറ്റൊരു പക്ഷം. അപ്പോഴാണ് പോള് പറയുന്നത് അവർ പറയുന്നത് ശരിയാണ്, എന്റെ അമ്മ ഒരു ബെന ജെസററ്റ് ആണ്, അവർക്ക് ഒരുപാട് പരിശീലനങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതിലൊന്ന് ഇതാണ്, അവരുടെ ബോഡിയിൽ ഒരു പോയിസൺ കയറി കഴിഞ്ഞാൽ അത് അവരെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കും. അത് എന്റെ അമ്മ ബെന ജെസററ്റ് ആയതുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്, അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ രക്ഷകനോ പ്രവചനവും കോപ്പൊന്നും അല്ലത്. ഞാൻ നിങ്ങളോട് ആകെ ആവശ്യപ്പെടുന്നത് എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടണം എന്ന് മാത്രമാണ്. നിങ്ങളിൽ ഒരാളായി എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം, അത്ര തന്നെ. ഇവൻ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിയുന്നത് സ്റ്റിൽഗർ കണ്ടില്ലേ നമ്മുടെ ലിസാൻ അൽഗെയ്വ് പ്രവചനം പോലെ തന്നെ അദ്ദേഹമാണ് രക്ഷകൻ, അദ്ദേഹത്തിന് സമ്മതിക്കാൻ ഒരു ചമ്മലാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, പ്രവചനം എഴുതി വെച്ച പോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇവൻ പറയുന്നതിന് തലയാട്ടാൻ കുറെ എണ്ണങ്ങൾ വേറെ. സോ സ്റ്റിൽഗർ ബേസിക്കലി സൗത്ത് സൈഡിൽ നിന്നാണ്, അതായത് സൗത്തിലുള്ള ഫ്രമൻസ് ആണ് ഈ ഒരു പ്രോഫസിയും ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം വിശ്വാസമുള്ളത്. ചാനി ഉൾപ്പെടുന്ന നമ്മുടെ നായികയുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം തന്നെ നോർത്ത് സൈഡിലുള്ളവരാണ്. അവർക്ക് ഈ പ്രോഫസിയും കോപ്പൊന്നുമില്ല. നമുക്ക് നല്ലത് വേണമെങ്കിൽ അല്ലെങ്കിൽ ഫ്രമൻസിന് നല്ലത് ചെയ്യാൻ ഫ്രമൻസ് തന്നെ ഉണ്ടാവുള്ളൂ. മോളിൽ നിന്ന് ഒരുത്തിനും പൊട്ടിമുളച്ച് താഴോട്ട് വരത്തില്ല. യുദ്ധം വന്ന പോരാടണം, അല്ലാതെ വിശ്വാസം കൂടി പിടിച്ചിരിക്കാൻ പാടില്ല എന്നാണ് ഇവരുടെ പക്ഷം. അവിടെ കെട്ടിയാൽ ജെസിക്ക കണ്ണു ഓർക്കുന്നു. ഇപ്പോ അവളുടെ വയറ്റിനുള്ളിൽ വളരുന്ന ആ ഒരു ചെറിയ കുട്ടിയുണ്ടല്ലോ, അവള് നമ്മുടെ ജെസിക്കയോട് സംസാരിക്കുകയാണത്രേ. അതായത് ആ ഒരു റെവറൻ മദേഴ്സിന്റെ ആ ഒരു എബിലിറ്റിയാണ് ഇതിനെല്ലാം കാരണം. എന്നിട്ട് പോളിനോട് നീയും ആ ഒരു വാട്ടർ ഓഫ് ലൈഫ് കുടിക്കണം, അപ്പോഴാണ് നിനക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമാവുള്ളൂ. ഭൂതം മാത്രം പോരാ, ഭാവിയുടെ വ്യക്തതയും നമുക്ക് വേണം എന്ന രീതിയിൽ ഇവനോടും ആ ഒരു വാട്ടർ ഓഫ് ലൈഫ് കുടിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. പക്ഷേ ഇവൻ തയ്യാറാവുന്നില്ല. കാരണം ഇവനെങ്ങാനും കുടിച്ചു കഴിഞ്ഞാൽ അവരുള്ളവർ ഉറപ്പിക്കും ഇവനാണ് ലിസാൻ അൽഗെയ്വ് എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ എല്ലാം ഒരു നേതാവായിട്ടിരിക്കാൻ അവന് തീരെ താല്പര്യമില്ല. അവനാകെ വേണ്ടത് പ്രതികാരമാണ്. തന്റെ അച്ഛനെ കൊന്ന ആളുകളെ തിരിച്ച് കൊല്ലണം, ആ ഒരു പ്രതികാര ബുദ്ധി മാത്രമേ അവനുള്ളൂ. അപ്പൊ പോളിന് ഇവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് മാറണമെങ്കിൽ ഇവരുടെ പരിപാടിയെല്ലാം മനസ്സിലാക്കിയെടുക്കണം. തുടർന്ന് സ്റ്റിൽഗറിന്റെ കീഴിൽ ഇവൻ ട്രെയിനിങ് തുടങ്ങുന്നു. ആദ്യത്തെ ടാസ്ക് ആയിട്ട് ദൂരത്ത് കാണുന്ന ഒരു സാൻഡൂൺ കാണിച്ചിട്ട് അവനോട് അവിടെ ചെന്നിട്ട് തിരിച്ചു വരാൻ പറയുന്നു. ഇവർ ആ ഒരു ഡെസേർട്ടിനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവന്റെ കയ്യിൽ ഒരു ബാഗും അത്യാവശ്യം സാധനം എല്ലാം ഇട്ട് കൊടുത്തിട്ട് പോയി വടാ മോനെ എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പോളും ശരി ഓക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനും ആ ഒരു സാൻഡ് വാക്ക് എല്ലാം ചെയ്ത് അവൻ അങ്ങോട്ട് നടന്നു പോവുക. സമയം ഇരുട്ടി തുടങ്ങി. അപ്പൊ ഇവനും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിന്റെ സാൻഡ് വാക്ക് ഭയങ്കര മോശമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ശബ്ദം. ചെറുക്കൻ ടെൻഷനായി. ആരാ എന്താന്ന് നോക്കുമ്പോൾ അവിടെ മോളിലിരുന്ന് നമ്മുടെ നായക ചാനിയാണ് പറയുന്നത്. ഇവിടെ നോക്ക് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇവള് പറഞ്ഞു വിടാൻ നിൽക്കുമ്പോൾ അല്ലല്ലോ ഞാൻ ആ പുസ്തകത്തിൽ വേറെ രീതിയിലാണല്ലോ കണ്ടേ എന്ന് പറഞ്ഞ് തീർക്കുമ്പോഴേക്ക് അവളൊരു നോട്ടം നോക്കും. വലിയ ലിസൺ അൽഗെയ്വ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പതറിപ്പോയി. ഇല്ലേ ചേച്ചി പറഞ്ഞു ഞാൻ കേട്ടോളാം. അങ്ങനെ ചാനി ഇവനെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സാൻഡ് വാക്ക് ചെയ്യേണ്ടത് എന്നൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കും. എന്തൊക്കെ ചെയ്താൽ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ചാനി ഇവനെ പഠിപ്പിക്കുന്നുണ്ട്. ഇതേസമയം സീച്ച് ടബറിലുള്ള നമ്മുടെ ജെസിക്ക അവളുടെ മകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ മോളോട് സംസാരിക്കുന്നത് നാട്ടുശീലം സംഭവിച്ചു. പക്ഷെ ഇവിടെ നേരെ തിരിച്ച മകൾ അമ്മയോടാണ് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെയല്ല ഇങ്ങനെയാന്നൊക്കെ. ശരിയാ, മോള് പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ അവിശ്വാസികളെ വിശ്വാസികളായിട്ട് കൺവേർട്ട് ചെയ്യണം. അവരെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റിയാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. നമുക്ക് വീക്ക് ആയിട്ടുള്ളവരിൽ നിന്നും ആരംഭിക്കാം എന്ന രീതിയിൽ മകളോട് പറയാം. സോ ചുരുക്കത്തിൽ ജെസിക്ക ഇവിടെ പണി തുടങ്ങി. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ടിൽ സ്പൈസ് ഹാർവസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹോക്കണൻസിന്റെ ഒരു ഷിപ്പ് വരുന്നുണ്ട്. എന്നാൽ അവിടെ ആൾറെഡി ഫ്രെമൻസ് ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. ഗ്യാപ്പ് കിട്ടിയതും ഇവരെല്ലാം തന്നെ ഹോക്കണൻസിനെ അറ്റാക്ക് ചെയ്ത് അവിടെ എല്ലാവരെയും വെട്ടി വീഴ്ത്തിയിടുന്നു. ഹോക്കണൻസ് കൈയും വിഷി വരത്തില്ലല്ലോ, അവർക്കും ബാക്കപ്പ് ഉണ്ടായിരുന്നു ഒരു ചോപ്പർ. അപ്പൊ മോളിൽ നിന്ന് ഇവരിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഓടിച്ചെന്ന് ആ ഒരു ഹാർവസ്റ്ററിന്റെ അടിയിൽ കയറി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പുറത്തിറങ്ങിയ അവന്മാർ മോളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് വീഴ്ത്തും. ഇവർക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അതും നടക്കത്തില്ല. കാരണം അതിന് ചുറ്റും ഒരു ഷീൽഡ് ഉണ്ട്. ഫസ്റ്റ് പടത്തിൽ നമ്മൾ ഈ ഒരു ഷീൽഡ് ഒരുപാട് കണ്ടിട്ടുണ്ട്. സോ അതേ ഷീൽഡാണ് ഈ ഒരു ചോപ്പറിൽ അവർ വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ഷീൽഡിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്നത് അവരെ ഇവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന ആ ഒരു സമയത്ത് അവനെ ഷൂട്ട് ചെയ്യാൻ മോളിൽ ശ്രമിക്കുമ്പോൾ താഴെ ഉണ്ടായിരുന്ന ചാനി റോക്കറ്റ് ലോഞ്ചർ വെച്ച് അതിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയിടും. ദെൻ അവിടെ മൈനിങ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഹാർവസ്റ്ററിനെയും ഇല്ലാതാക്കിയിട്ടാണ് അവർ
എല്ലാം അവിടുന്ന് പോകുന്നത്. ഹോക്കണൻസിന് ഇത് വലിയൊരു അടി തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു പരിപാടി നല്ല രീതിയിൽ നടന്നതിനെ തുടർന്ന് അന്ന് രാത്രി ഫ്രെമൻസിന്റെ ഇടയിൽ തന്നെ ചെറിയൊരു പാർട്ടിയിലാണ് നടക്കുന്നുണ്ട്. നീ എങ്ങനെ ഇത്ര നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നത്? നിന്നെ ആരാ പഠിപ്പിച്ചതെന്ന് ചാനി. എനിക്ക് എന്റെ സ്ഥലത്ത് എനിക്ക് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവരെ എന്നെ പഠിപ്പിച്ചത്. ഹോക്കണൻസ് ചുട്ടരിച്ച കൂട്ടത്തിൽ അവരും ഉണ്ടാവും. നിങ്ങൾ ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ഈ പറയുന്ന ഹോക്കണൻസിനെ എതിർത്തിട്ടുണ്ടാവും. എന്നാൽ ഞങ്ങൾ ഹൗസ് അട്രേഡീസ് നൂറ്റാണ്ടുകളായിട്ട് ഈ ഹോക്കണൻസിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്യും, അവരെന്ത് ചിന്തിക്കും, അവരെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം എല്ലാം എനിക്കറിയാം. പക്ഷെ അട്രേഡീസിനെ മൊത്തം ഇല്ലാതാക്കിയപ്പോൾ ഈ ഒരു അറിവൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയില്ല. എനിവേ, നിങ്ങൾക്ക് ഈ ഡെസേർട്ട്, ഈ അറാക്കിസിനെ പറ്റി നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നാൽ അവരെ അടിയോടെ ഇല്ലാതാക്കാൻ പറ്റും എന്ന രീതിയിൽ പോൾ ഉറപ്പ് കൊടുക്കും. ഇതും കൂടെ കേട്ടപ്പോൾ അവിടെയുള്ളവരെല്ലാവരും അവനെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അവരിൽ ഒരാളായിട്ട്, ഫ്രെമൻസിൽ ഒരാളായിട്ട് അവനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഫ്രെമൻസിന് എല്ലാവർക്കും വാരിയർ നെയിം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാർ നെയിം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. യുദ്ധകളത്തിൽ അവർക്ക് കൊടുത്ത പേരല്ലാതെ വേറൊരു പേരും കൂടെ ഉണ്ട്. സോ അതേപോലെ നമ്മുടെ പോളിനും അങ്ങനെ ഒരു പേര് കൊടുക്കാം എന്നൊരു ഡിസ്കഷൻ വരും. അപ്പോൾ നിനക്ക് എന്ത് പേരാ വേണ്ടേ എന്നൊരു ചോദ്യം വന്നപ്പോൾ ഇവൻ ചോദിക്കുന്നത് ആ ഡെസേർട്ടിലുള്ള ആ ഒരു എലി ഉണ്ട്, ആ എലിനെ എന്ന് നിങ്ങൾ പറയാ മൗദീബ്. അപ്പോൾ സ്റ്റിൽഗർ മൗദീബ് എന്ന് പറയുന്നത് വെറും ഒരു എലിയുടെ പേര് മാത്രമല്ല, അതിന് വേറൊരു അർത്ഥമുണ്ട്. ദ വൺ ഹു പോയിന്റ്സ് ദ വേ. അതൊരു പവർഫുൾ പേരാണ്. സോ ഇനി തൊട്ട് ഇവൻ നമ്മളിൽ ഒരാളാണ്, നമ്മളുടെ സഹോദരനാണ്, പോൾ മൗദീബ് ഹുസൂർ. ഈ എലിയുടെ വിഷയം പറഞ്ഞപ്പോഴാണ്, ഈ ഒരു എലി നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് പടത്തിൽ ആദ്യമായിട്ട് ആ ഒരു ബുക്കി വെച്ച് ഈ ഒരു അറാക്കിസിനെ പറ്റി അവൻ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഒരു ഹോളോഗ്രാഫിക് പ്രൊജക്ഷന്റെ ഇടയിൽ ഒരു എലി നടന്ന രീതിയിൽ ഒരു ഷോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണല്ലോ ഇവനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു അറ്റംപ്റ്റ് എല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. കാര്യമുള്ള കാര്യമല്ല, ചെറിയൊരു കണക്ഷൻ അത്ര തന്നെ. സോ പോളിന് ഇപ്പോൾ പുതിയൊരു പേര് കിട്ടി, വോർനെയിം കിട്ടി, പോൾ മൗദീബ് ഹുസൂർ. ഈ ഒറ്റ ഒരുത്തിന് തന്നെ ഇഷ്ടം പോലെ പേര് ഇതിനോടൊപ്പം തന്നെയുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഞാൻ പോകെ പറയാം. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന പോള് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അട്രൈഡസിന്റെ ഡ്യൂക്കിന്റെ ആ ഒരു മോതിരമില്ലേ, അതങ്ങ് ഊരി മാറ്റിയിട്ട് ഫാദർ ഐ ഫൗണ്ട് മൈ വേ എന്ന് പറയുന്നു. പണ്ട് ഇവന്റെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എ ഗ്രേറ്റ് മാൻ ഡസൻറ്റ് സീക്ക് ദ വേ, ഹി ഈസ് കോൾഡ് ടു ആൻഡ് ഹി ആൻസേഴ്സ്. അതേപോലെ പോളിനും ഇവിടെ ഒരു വിളി വരികയാണ്, അവനും ആ ഒരു വഴി കണ്ടെത്തി. ബട്ട് ഇതിനേക്കാളും വലിയ വഴിയുണ്ടെന്ന് പാവം പോൾ അറിയുന്നില്ല, ഇനി അറിഞ്ഞോളൂ. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ചാനി വരുന്നത് ഇവനോട് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവരുടെ ഇടയിൽ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ചെറുതായിട്ടൊക്കെ ഒരു ഇഷ്ടമെല്ലാം വന്ന് തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുന്നു. ആ ഷോട്ടൊക്കെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പോകുന്നു. ഓരോ സൈഡിൽ വരുന്ന ഹോക്കണൻസ് ഹാർവസ്റ്റേഴ്സിനെയും ഇവരില്ലാതാക്കുന്നു. പോളിന്റെ ട്രെയിനിങ് ഒരു സൈഡിൽ കൂടെ പോകുന്നു. ഈ ഒരു ഡെസേർട്ടിനെ പഠിക്കാനും അവിടെ എങ്ങനെ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞ കാര്യമല്ല. പണ്ടും ഫ്രെമൻസ് ഈ ഹാർവസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാലും ഇത്രമാത്രം നഷ്ടം ഇവർക്ക് വരാറുണ്ടായിരുന്നില്ല. ആർക്ക്? ഹോക്കണൻസിന്. എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ. വിടുന്ന എല്ലാ ഹാർവസ്റ്റേഴ്സിനെയും അവരില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സ്പൈസ് കിട്ടുന്നില്ല അവർക്ക്. അപ്പൊ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ലോർഡ് ബാരൻ വിഷയം അറിഞ്ഞിട്ട് നമ്മുടെ റബാനെ വിളിച്ച് 4 ചീത്ത. പറ്റത്തില്ല വെച്ചിട്ട് പോടേ, ഞാൻ അറിയാവുന്ന ആരെങ്കിലും വെച്ച് ചെയ്തോളാം എന്നൊരു ലൈനിൽ ബാരൻ ഇവനോട് ചൂടായിട്ട് പറഞ്ഞു. എംപറങ്ങാനും നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു സ്പൈസ് പ്രൊഡക്ഷന്റെ കൺട്രോൾ വേറെ ആർക്കെങ്കിലും കൊടുത്ത അമ്മാവനെ പച്ചയ്ക്ക് കൊളുത്തി കളയുന്നു പറഞ്ഞിട്ട് ഇവരെ അങ്ങ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നൗ റബാൻ ഈസ് ഫ്യൂരിയസ്. ഇതേ സമയം അപ്പുറത്ത് ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാണ് നമ്മുടെ പോള്. കൂടെ നമ്മുടെ ഷാനിയും ഉണ്ട്. ഇവർ രണ്ടുപേരും ഏതാണ്ട് സെറ്റായി. അപ്പൊ അവൻ സ്വപ്നത്തിൽ കണ്ടത് ഏതോ ഒരു സ്ത്രീ ഇവൻ ഫോളോ ചെയ്യുന്ന രീതിയിലും പിന്നീട് ഇവൻ മൂലം തന്നെ ഒരുപാട് ആളുകൾ ഇല്ലാതാവുന്ന, മരിച്ചു വീഴുന്ന കാഴ്ചയാണ് അവൻ കാണുന്നത്. അപ്പോൾ നീ ടെൻഷൻ ആവണ്ട, നീ ഇത് ഒരുപാട് സ്പൈസുമായിട്ട് എക്സ്പോസ് ആയതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം ഇതല്ല, അല്ലാതെ നീ ഇത്ര പേടിക്കാനായിട്ട് അവിടെ ഒന്നുമില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നിനക്കറിയാലോ. നിനക്ക് വയ്യാന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെക്കാം. ഇല്ല വേണ്ടെന്നുള്ള രീതിയിൽ പോള്. സോ സംഭവം എന്താണെന്നാൽ ഈ ഒരു ട്രെയിനിങ്ങിന്റെ എല്ലാം അവസാനം അല്ലെങ്കിൽ ലാസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് മരുഭൂമിയിലുള്ള ആ ഒരു സാൻഡ്വർമിനെ വിളിച്ച് അതിന്റെ മുകളിൽ റൈഡ് ചെയ്യുക എന്നതാണ്. അങ്ങനെ എല്ലാവരും റെഡി ആവുന്നു. പോള് ബാക്കിയുള്ളവരിൽ നിന്നും കുറച്ച് ദൂരത്തേക്ക് മാറിയെന്ന് മറ്റേ ആ ഡിവൈസ് യൂസ് ചെയ്ത് ആ ഒരു സാൻഡ്വർമിനെ വിളിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ദൂരെ നിന്ന് ഒരു സാൻഡ്വർം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ബട്ട് വിഷയം എന്താണെന്നാൽ ആ ഒരു അറാക്കിസിലുള്ളത് തന്നെ ഏറ്റവും വലിയ സാൻഡ്വർമിനെയാണ് ഇവൻ ഇപ്പോൾ കോൾ ചെയ്തേക്കുന്നത്. അവരുടെ ആ ഒരു ഗ്രാൻഡ് ഫാദർ ഷായ് ഹുലൂദിനെയാണ് ഇവൻ ഇപ്പോൾ വിളിച്ചേക്കുന്നത്. ഇത് കണ്ട് സ്റ്റിൽഗറും ബാക്കിയുള്ളവരൊക്കെ ഞെട്ടുന്നുണ്ട്. ഇവനാണെങ്കിൽ ആത്മവിശ്വാസത്തോടെ ഓക്കെ എന്നെ കൊണ്ട് പറ്റും നിസ്സാരം എന്ന് പറഞ്ഞ് ഇവൻ നിൽക്കുക. അവൻ ആദ്യം കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും പിന്നീട് അതങ്ങ് അതുമായിട്ട് ഇണങ്ങുന്നുണ്ട്. അവൻ സ്മൂത്ത് ആയിട്ട് അതിനെ റൈഡ് ചെയ്യുന്നു. പൊതുവേ ഇതിനെ ഒന്ന് ഓടിക്കുക എന്ന് പറയുന്നത് തന്നെ ടാസ്ക്കാണ്. അതിൽ ഇത്രയും വലിയൊരു സാധനത്തിനെ ഓടിക്കുക എന്ന് പറയുന്നത് നല്ല ടാസ്ക്കാണ്. അപ്പോൾ ഇതും കൂടെ കണ്ടപ്പോൾ അവിടെ ഉള്ളവരൊക്കെ അങ്ങ് ഉറപ്പിച്ച് ആസ് റിട്ടേൺ, ഇതാണ് പ്രോഫസി, ഇവൻ തന്നെയാണ് നമ്മുടെ ലിസാൻ അൽ ഗെയ്ബ് എന്നൊക്കെ പറഞ്ഞു. ഈ വിഷയം നമ്മുടെ ജെസിക്കയുടെ കയ്യിലോട്ട് എത്തുന്നു. ജെസിക്ക് ഇതിനോടകം തന്നെ അവളുടെ പരിപാടി തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ പ്രോഫസി സത്യമാണെന്നും ഇവനാണ് ലിസാൻ അൽ ഗെയ്ബ് എന്ന് പറയുന്ന കാര്യം എല്ലാവരിലേക്കും എത്തിക്കാനാണ് ഇവള് നോക്കുന്നത്. അതിന് പോളിന്റെ എല്ലാ കാര്യങ്ങളും ഒരു കാറ്റലിസ്റ്റ് എന്ന രീതിയിൽ വർക്ക് ആവാനും തുടങ്ങി. മെല്ലെ ഗ്രാജുവലി വിശ്വാസികളല്ലാതിരുന്ന നോർത്തിലെ ആളുകൾ പോലും പോളിൽ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ നോർത്ത് സൈഡിലെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഇനി മെല്ലെ നമുക്ക് സൗത്തിലോട്ട് ഇറങ്ങാം എന്ന രീതിയിൽ ജെസിക്ക പ്ലാൻ ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചാനി അവളുടെ കൺസേൺ പോളിനോട് പറയാണ്. പോൾ നിന്റെ കാര്യത്തിൽ എനിക്ക് ഹാപ്പിയാണ്, പക്ഷേ ഇവിടെ ഉള്ളവരുടെ പെരുമാറ്റം അത് മാറിക്കൊണ്ടിരിക്കുക. നിന്നെ ഇവിടെ ഉള്ള എല്ലാവരും ഒരു മിഷിയായിട്ട് തന്നെ കാണാൻ തുടങ്ങി. നീ വരുമ്പോഴും പോകുമ്പോഴും ലിസാൻ അൽ ഗെയ്ബ് എന്ന് പറഞ്ഞ് വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ അത് കാര്യമാക്കണ്ട, ഞാൻ അവരുടെ മിഷിയും കോപ്പൊന്നും അല്ല. പക്ഷെ നീ ആണെന്ന് പറഞ്ഞ് ഇരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി ഇവിടെ ബെനഞ്ചസർട്ട് കറങ്ങി നടക്കുന്നുണ്ട്. അമ്മയമ്മയായിട്ടുള്ള ജെസിക്കയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ പിറ്റേ ദിവസമാണ് ഇപ്പൊ നമ്മുടെ ജെസിക്ക സൗത്തിലോട്ട് പോകാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പും എടുത്ത് റെഡി ആയി നിൽക്കുക. പോളിനെ കൂടെ വിളിക്കുന്നുണ്ട് അവളുടെ കൂടെ ചെല്ലാൻ. ഇവനും കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഉള്ള ആളുകളെ കയ്യിലെടുക്കാൻ എളുപ്പമാവുമല്ലോ. പക്ഷെ പോള് പറയുന്നു ഇല്ലമ്മ, അമ്മ പോയിട്ട് വന്നു, ഞാനിവിടെ നിന്നോളാം. ഇവന്റെ ഫേസ് കണ്ടിട്ട് എന്തോ പറയണമെന്ന് പോലും ഉണ്ട്. അപ്പോൾ ജെസിക്ക പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്റെ മുഖത്ത് നോക്കി പറയണം. ഞാൻ ഇതിൽ കൂടുതൽ എന്ത് പറയാനാ, പറയേണ്ടതല്ല അമ്മ പറയുന്നുണ്ടല്ലോ. പോള് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു പ്രോഫസി ഇവിടെ ഉള്ളവർക്ക് ജീവിക്കാൻ ഒരു ഹോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കേട്ടതും പോൾ
അലറി തുള്ളിയിട്ട് ഹോപ്പും അല്ല ഒരു കോപ്പും അല്ല, നിങ്ങളുടെ ആളുകൾ ബെനഞ്ചെസറിറ്റ് പടച്ചു വിട്ട ഒരു വെറും കെട്ടുകഥയാണത്. ഇമാതിരി ഒരു സാധനം പടച്ചു വിട്ടിട്ട് കൈ കെട്ടി മൂലിക്കുന്ന കഴിഞ്ഞാൽ ആരും അറിയില്ലെന്ന് വിചാരിക്കരുത്. പാവ അവരത് തിരിച്ചറിയുന്നില്ല, പക്ഷേ എനിക്കതറിയാം. അതുകൊണ്ട് പ്രോഫസിയുടെ ഹോപ്പാണെന്നൊന്നും പറഞ്ഞ് എന്നോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കരുത്. എല്ലാം കേട്ടിട്ട് നമ്മുടെ ജെസിക്ക് ഇവനെ നോക്കിയിട്ട് പോളെ ഞങ്ങൾ നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ, നീ വരും എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് സൗത്തിലേക്ക് പോവുക. അങ്ങനെ പോകുന്ന സമയത്താണ് എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളത് എന്നൊരു കാര്യം കാണിച്ചു തരുന്നത്. നോർത്തിൽ നിന്നും സൗത്തിലേക്ക് കടക്കണമെങ്കിൽ വലിയൊരു സാൻഡ് സ്റ്റോം, അതായത് വലിയൊരു കൊടുങ്കാറ്റ് മറികടന്ന് വേണം പോകാൻ. സൗത്തിന്റെ ഒരു ഗാർഡിയൻ ആയിട്ടാണ് ഈ ഒരു സാൻഡ് സ്റ്റോമിനെ ഇവർ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടായിരിക്കും മോസ്റ്റ്ലി അവിടെ ഉള്ളവർ അങ്ങോട്ട് പോകാൻ മടിക്കുന്നതും അത് ഹാബിറ്റബിൾ അല്ല എന്ന് പറഞ്ഞ് തള്ളി വെച്ചേക്കുന്നത്. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ടിൽ ഹോക്കണൻസിന്റെ ആ ഒരു സ്പൈസ് ടിപ്പോ തന്നെ ഈ പറയുന്ന ഫ്രെമൻസ് പൊട്ടിച്ച് കളയുന്നു. അവർ ഇത്രയും നാളും കൊണ്ട് സ്വരുക്കൂട്ടിയ ഏതാണ്ട് 80% സ്പൈസും അതിൽ ഇല്ലാതാവുന്നു. ഇത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്തൊരു നഷ്ടമായി പോയി. ഇതറിയുന്ന റബാൻ വെറുതെ ഇരിക്കുമോ? ഇല്ല, പന്നെ ഡ്യൂപ്ലിക്കേറ്റ് അറാക്കിസ് കഴിവറമുകളെ കൊന്നിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് സർവർ റൂപ്പിനെയും പുള്ളി കളത്തിലോട്ട് ഇറക്കി. തുടർന്ന് അവർക്കിടയിൽ ചെറിയൊരു യുദ്ധം നടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പണി പാലുപാടത്തിലാന്ന് മനസ്സിലാക്കിയ റബാന് വേഗം രക്ഷപ്പെട്ട് ഓടാൻ നോക്കുക. അപ്പോഴും ഒരു ഫ്രെമനിലെ ഒരു സോൾജർ വന്ന് ഇവനെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട്. ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെടുന്നത്. ഇതും കൂടെ ആയപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. എംബർ വരെ വിഷയം അറിഞ്ഞു. ദിവസം പോകും തോറും ഫ്രെമൻസ് എല്ലാവരും ശക്തി പ്രാപിച്ചു വരുവാണ് എന്ന് പറയുന്ന ഒരു വസ്തുത ഇവിടെ നമ്മുടെ എംബർ മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും വലിയ രീതിയിലൊരു നഷ്ടം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല. ആ മോദീപ് അവൻ ആരാണ്? ഈ പ്രോഫസിലൊക്കെ വല്ല കാര്യമുണ്ടോ? ഇവരൊക്കെ പറയുന്ന പോലെ മോദീപ് ഒരു റിലീജിയസ് പേഴ്സൺ ആണെങ്കിൽ കൈബലം ഉപയോഗിച്ച് അവനെ കീഴ്പ്പെടുത്താൻ നോക്കുന്നതിൽ ഒരർത്ഥമില്ല. അത് അവരെ വീണ്ടും ശക്തരാക്കത്തേ ഉള്ളൂ. നീ എന്താ എന്നെ എന്റെ ട്രൂപ്പിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണോ ഇർലാൻ എന്ന് പറഞ്ഞിട്ട് മകളോട്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഞാനല്ല, അച്ഛനാണ്. ഈ മതവും വിശ്വാസവും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. ശരി, ഇപ്പം എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അറാക്കിസിൽ ഇപ്പം നടക്കുന്ന ഈ ഒരു പ്രശ്നം ഒരു യുദ്ധമായിട്ട് മാറട്ടെ, അതിനൊരു സമാധാനം കൊണ്ടുവരുന്ന ഒരു സേവിയർ ആയിട്ട് അച്ഛൻ പ്രത്യക്ഷപ്പെടണം. അതാകുമ്പോൾ കച്ചത്തുള്ളത് ഭോഗത്തുമില്ല, ഒക്കത്തിരിക്കുന്ന സാധനം കിട്ടുകയും ചെയ്യും. ഇത് കേട്ട രാജാവ്, നീ എന്നെക്കാളും വലിയ റാണി ആവൂടി മോളെ, ഒരു സംശയമില്ല. ഇത് നമ്മുടെ ഇർലാനും അതേപോലെ തന്നെ അവിടുത്തെ റെവറൻ മദറുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഈ മോദി, ഈ പ്രോഫസി ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതല്ലേ? എങ്ങാനും ആ ഒരു പോൾ അട്രൈഡിസ് ജീവനോട് ഉണ്ടെങ്കിലോ? ഇവിടെ നിർത്തിക്ക്, ഇനി അങ്ങോട്ട് ഇത് വേണ്ട. നിന്റെ വായി നീ ഇത് പുറത്ത് വരരുത്, ഈവൻ നിന്റെ അച്ഛനോട് പോലും. ഇൻ കേസ് പോൾ ജീവനോടുണ്ടെങ്കിൽ അവൻ എല്ലാ സത്യവും ഇതിനോടൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അവൻ അറിഞ്ഞാൽ ഗ്രേറ്റ് ഹൗസസിലേക്കും അവൻ അറിയിക്കാൻ പറ്റും. നിന്റെ അച്ഛന് ഇതിലുള്ള പങ്കും പുറത്തു വരും, അതേപോലെ തന്നെ കിരീടം നഷ്ടപ്പെടും. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിലിപ്പോൾ നമുക്ക് എന്താ പ്രതീക്ഷിക്കാനുള്ളത്? പ്രതീക്ഷയോ ഹോപ്പോ? നമ്മൾ ബെനഞ്ചെസറിറ്റാണ്, നമ്മൾ പ്രതീക്ഷിക്കില്ല, നമ്മൾ പ്ലാൻ ചെയ്യും. ഈ പ്രവചനത്തിൽ നമ്മൾ പോള് മാത്രമാണെന്ന് വിചാരിക്കരുത്. പ്രധാനമായിട്ടും ലോർഡ് ബാരന്റെ ഇളയ നെഫ്യൂ ആയിട്ടുള്ള ഫെയ്ഡ് റോത്ത, അവൻ ഇനി അറാക്കിസ് ഭരിക്കും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ. ഫെയ്ഡ് അവനൊരു സൈക്കോപാത്ത് അല്ലേ എന്ന് ഇരുള? ആ ചോദ്യത്തിലൂടെ പ്രസക്തിയില്ല. ഇവിടെ നമ്മൾ നോക്കേണ്ടത് അവനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ്. സോ ബേസിക്കലി അറാക്കിസിലുള്ള ഫ്രെമൻസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബെനഞ്ചെസറിറ്റ് പ്ലാൻ ചെയ്ത, അല്ലെങ്കിൽ അവർ പടച്ചുവിട്ട ഒരു കഥ അല്ലെങ്കിൽ ഒരു സാധനമാണ് ഈ ഒരു പ്രവചനം. നമ്മളിപ്പോൾ കണ്ട ഇതേ റെവറൻ മദറാണ് പോളിനെ നേരിട്ട് എന്ന് അവനോട് ആ പെട്ടിക്കകത്ത് കൈയിടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ സ്ത്രീ. സോ ഈ ഒരു ഹോൾ പ്രോഫിറ്റ് പരിപാടിക്കകത്ത് വൺ ഓഫ് ദി കാൻഡിഡേറ്റ് മാത്രമാണ് പോൾ. അടുത്താണെന്ന് പറയുന്നത് ബാരന്റെ നെഫ്യൂ ആയിട്ടുള്ള ഫെയ്ഡ് റോത്തയാണ്. സോ ബേസിക്കലി ഒരു ബാക്കപ്പ് പ്ലാൻ ആണ്. പോളിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം ഇതിനു മുമ്പേ അവർ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു. ഇതും വൺ ഓഫ് ദി റീസൺ ആണ് ഈ പറയുന്ന അട്രൈഡിസ് മൊത്തം ഇല്ലാതാവാൻ. ഇപ്പോഴാണ് ഫെയ്ഡ് റോത്തെ കാണിച്ചു തരുന്നത്. പുള്ളി അങ്ങ് വന്ന് ചുമ്മാ നിന്നാൽ തന്നെ ഭയങ്കര ടെറർ ലുക്കും ഭാവവും ഒക്കെയാണ്. ഇവൻ അസലൊരു സൈക്കോ ആണ്. ഇവന്റെ അമ്മയെ പോലും ഇവൻ തന്നെ കൊന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഇവൻ എന്ത് എപ്പോൾ ചെയ്യുന്നു ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ന് ഇവന്റെ പിറന്നാളാണ്. അതിനെ തുടർന്ന് ഒരു അറീന ഫൈറ്റ് ഒക്കെയാണ്. പുള്ളി അതിനെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അറീനയിലേക്ക് വരുന്നു. അപ്പൊ ഇവരുടെ പ്ലാനറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് ബ്ലാക്ക് സൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതുകൊണ്ട് സൺറൈസ് വന്ന് പതിയുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു കൈൻഡ് ഓഫ് ഇൻവേർട്ടഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്കാണ് കിട്ടുന്നത്. അങ്ങനെ ഫൈറ്റും സ്റ്റാർട്ട് ആവുന്നത്. ഇവന്റെ എതിരാളികൾ എന്ന് പറയുന്നത് അട്രൈഡിസിന്റെ 3 പ്രിസണേഴ്സ് ആണ്. അതും ഫെയർ ആയിട്ടുള്ള ഒരു ഫൈറ്റ് അല്ല. ഈ പ്രിസണേഴ്സിന് ഡ്രഗ് കൊടുത്തിട്ടാണ് അടിക്കാൻ പോകുന്നത്. രണ്ടുപേരെ അവൻ ഈസി ആയിട്ട് കൊന്നു. പക്ഷെ മൂന്നാമത്തെ ആളെ കൊല്ലാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്നാൽ അവന് ആ ഒരു ഡ്രഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കൊടുക്കണ്ട എന്ന് പറഞ്ഞത് നമ്മുടെ ലോർഡ് ബാരനാണ്. തന്നെ കൊല്ലാൻ വേണ്ടി ബാരൻ ഇങ്ങനെ ചെയ്തതെന്നാണ് ഇവൻ വിചാരിക്കുന്നത്. ഇവനും കാര്യം ഏതാണ് മനസ്സിലായി. ഷീൽഡ് ഒക്കെ ഊരിയിട്ടിട്ട് അവനും ഫെയർ ആയിട്ടുള്ള ഒരു ഫൈറ്റിന് തയ്യാറാവുന്നു. ഈ ഫൈറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രിസണർ നമ്മൾ ഫസ്റ്റ് പടത്തിനകത്ത് കണ്ടിട്ടുണ്ട്. ഇൻഫാക്ട് പുള്ളിയാണ് ഈ പടത്തിലെ വൺ ഓഫ് ദ ഫൈറ്റ് കോറിയോഗ്രാഫിൽ നിന്നിട്ടുണ്ടായിരുന്നത്. എനിവേ ഡ്രഗ് ഇല്ലാത്തതുകൊണ്ട് അത്ര ഈസി ആയിട്ട് അവനെ കൊല്ലാൻ പറ്റുന്നില്ല. ബട്ട് എങ്കിലും ഫൈനലി നമ്മുടെ ഫെയ്ഡ് ഇവനെ കുത്തി കൊല്ലുന്നുണ്ട്. അപ്പൊ ഈ ഫൈറ്റ് കഴിഞ്ഞതും നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കിയല്ലേ ഫെയ്ഡ്, ഇന്ന് രാവിലെ വരെ നീ എങ്ങനെയായിരുന്നു? ഇപ്പൊ നീ ഒരു ഹീറോ ആണ്. നിനക്ക് ഞാൻ വേറൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, എ ബിഗർ വൺ, അറാക്കിസ്. അപ്പോൾ റെബാനോ അവനൊന്നുമില്ല, സ്പൈസ് ഒന്നും അവനെ സൂക്ഷിക്കാൻ പറ്റിയില്ല. സോ അവന് വരും, നീയാണ് ഇനി അത് മൊത്തം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നീ അറാക്കിസിലുള്ള സ്പൈസിന് കൺട്രോൾ എടുത്താൽ നിന്നെ ഞാൻ എംപറായി കാണിച്ചു തരാം എന്നൊരു വാക്ക് ബാരൻ ഫെയ്ഡിന് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും? അട്രൈഡിസിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത് എംപറാണ്. അവരെ ഇല്ലാതാക്കാൻ പുള്ളിയുടെ സ്വന്തം ആർമിയാണ് വിട്ടത്. ഇത് വലിയൊരു ക്രൈമാണ്. അതുകൊണ്ട് തന്നെ ഇംപീരിയം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗ്രേറ്റ് ഹൗസസ് ഇത് അറിയാൻ ഇടയായി കഴിഞ്ഞാൽ എംപറിന്റെ സ്ഥാനം പോകും. അപ്പൊ അടുത്ത എംപറായിട്ട് ആര് വരും? ഫെയ്ഡ്, റോത്ത, ഹോക്കണൻ എന്നിങ്ങനെയുള്ള നമ്മുടെ ബാരന്റെ പ്ലാനിനെ പറ്റി ഇവിടെ ഫെയ്ഡിന് പറഞ്ഞു കൊടുക്കുക. അവിടെ കേട്ടതിൽ അടുത്ത ഷോട്ടിൽ ഫെയ്ഡ് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവന്റെ അടുത്തേക്ക് മാർഗറ്റ് എന്ന് പറയുന്ന പുതിയൊരു ക്യാരക്ടർ വരിക. സോ ഇവിടെ ബേസിക്കലി ഒരു ബെനഞ്ചെസറിറ്റ് ആണ്. പുള്ളിക്കാരത്തി വന്നതും ഇവനെ അങ്ങ് വശീലിക്കാൻ തുടങ്ങി. ഫെയ്ഡിനെ മെല്ലെ വശീലിച്ച് അവനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇവള് മനസ്സിലാക്കുന്നു. എന്നിട്ട് പോളിന് കാണിച്ച പോലെ തന്നെ ഇവനോടും ആ ഒരു കറുത്ത വെട്ടിക്കകത്ത് കൈയിടാൻ ഇവള് പറയുന്നുണ്ട്. അങ്ങനെ അവനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ മാർഗറ്റ് നമ്മുടെ ഇരുളാനും അവിടുത്തെ റെവർ മദറിനുമായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. ആക്ച്വലി പുള്ളിക്കാരത്തിയാണ് മാർഗറ്റിനെ ഇവന് പൊട്ടൻഷ്യൽ ഉണ്ടോ ഇല്ലയോ, അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി ഇവിടെ പറഞ്ഞു വിട്ടെ. അപ്പൊ മാർഗറ്റ് പറയാണ് അവന് പൊട്ടൻഷ്യൽ ഉണ്ട്, അതേപോലെ അവൻ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ട്
ആയതുകൊണ്ട് അവനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റും. പിന്നെ അവന്റെ ബ്ലഡും ഞാൻ സെക്യൂർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ തന്നെ ഒരു പെൺകുട്ടി. സോ ഫെയ്ഡിന്റെ കുട്ടിയാണ് മാർഗന്റെ വയറ്റിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ ബ്ലഡ്. ഈ പ്ലാൻ വിത്തിനെ പ്ലാൻ ആണ് നമ്മുടെ ബെനൻസറിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇൻഫാക്ട് ഇതേ സ്ത്രീ തന്നെയാണ് നമ്മുടെ ഡ്യൂക്ക് ലെറ്റോന്റെ അടുത്ത് ജെസിക്കയെ പറഞ്ഞു വിട്ട് അവനെ വശീകരിച്ച് അവന്റെ കുട്ടിയെ ക്യാരി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അവൾ ആ ഒരു ഓർഡർ കേൾക്കാതെ അവനുമായിട്ട് ഇഷ്ടത്തിലായി. പെൺകുട്ടി വേണം എന്ന് ചോദിച്ച സ്ഥലത്ത് ലെറ്റോന് ഒരു ആൺകുട്ടിയാണ് ഇവിടെ നമ്മുടെ ജെസിക്ക കൊടുക്കുന്നത്. അതാണ് നമ്മുടെ പോൾ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇവർക്ക് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഉള്ളിൽ വളർന്ന കുട്ടിയുടെ ആ ഒരു ജെൻഡറൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇവർക്കുണ്ട്. ഇവർ വൻ വിഷയമാണ്, വൻ സംഭവങ്ങളാണ് ഈ ബെനൻസറിറ്റ് എന്ന് പറയുന്നത്. അവിടെ കിട്ടിയാൽ നമ്മുടെ ലോർഡ് ബാരൻ ഈ റബാന്റെ സ്ഥാനത്തേക്ക് ഫെയ്ഡിനെ റിയസൈൻ ചെയ്യുന്നു. ഇനി മുതൽ അറാക്കിസിലുള്ള ആ ഒരു സ്പൈസ് പ്രൊഡക്ഷൻ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഫെയ്ഡ് ആയിരിക്കും. റബാനൊക്കെ അത്യാവശ്യം നല്ല ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതേ സമയം അറാക്കിസിൽ ഒരു ഹാർവസ്റ്ററോ ആയിട്ട് കുറച്ച് സ്മഗ്ലേഴ്സ് വരുന്നുണ്ട്. ഇവരൊരു ക്ലാനിലും ഉള്ളതല്ല, ഹോക്കനൻസ് അല്ല ഇവരാരും അറിയാതെ ഈ ഒരു സ്പൈസ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന ടീംസാണ്. അപ്പൊ അവരെയും നമ്മുടെ ഫ്രെമൻസ് ഒളിഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്യണം. അറ്റാക്ക് ചെയ്തൊരു പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് ആരാണ് നോക്കുമ്പോൾ അത് നമ്മുടെ ഗേണി ആയിരുന്നു. ഗേണിയെ കണ്ട പോളും എല്ലാവരോടും നിർത്താൻ പറയുന്നു. ഗേണിയും പോളിനെ കണ്ട് ഭയങ്കര സന്തോഷിച്ച് കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ചെറിയൊരു ഹാപ്പി റീയൂണിയൻ ഇവിടെ നടക്കുന്നു. ശേഷം ഗേണിയും അവന്റെ കൂട്ടരെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ പോള് അവന്റെ ആ ഒരു സീച്ച് ടബറിലേക്ക് കൊണ്ടുപോകുക. ഇത്രയും ട്രൂപ്പ് നിന്റെ കൺട്രോളുള്ളപ്പോൾ നീ എന്താ അറ്റാക്ക് ചെയ്യാതെ വെറുതെ ഇരിക്കുന്നതെന്ന് പോളിനോട് ഇവരിൽ പലരും തുടങ്ങിയപ്പോൾ ഫ്രണ്ട്സ് ആയിരുന്നു, ഇപ്പോൾ അവരെന്റെ ഫോളോവേഴ്സാണ്. അതിനിപ്പോൾ എന്താ, വൈ നോട്ട് യൂസ് ഇറ്റ്? ഇവരെ എല്ലാം വെച്ച് നിനക്ക് ഈ എൻറ്റയർ പ്ലാന്റെ തന്നെ കൺട്രോൾ എടുക്കാൻ പറ്റും. അച്ഛനെ കൊന്നവരോടുള്ള പ്രതികാരം ഉണ്ടെന്ന് പറഞ്ഞ് നീ തന്നെ ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം എന്താ? ഗേണി സ്പൈസ് എന്റെ മൈൻഡ് ഓപ്പൺ ചെയ്തു. എനിക്കിപ്പോൾ പല കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഞാനെങ്ങാനും സൗത്തിലോട്ട് പോയാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ മരിച്ചു വീഴും. ഇവിടെ മാത്രമല്ല, ഈ ഒരു എൻറ്റയർ ഗാലക്സിയിലും. അന്ന് നീ അങ്ങനെ പറഞ്ഞു, നീ എന്താ കൺട്രോൾ വിട്ട് പോകുമെന്ന് ഓർത്തിട്ടോ? കൺട്രോൾ പോകുന്നതിന്റെ അല്ല, കൺട്രോൾ കിട്ടുന്നത് കാരണം എല്ലാവരും എന്റെ പേരിൽ മരിച്ചു വീഴും. ഒരു ഹോളി വാർ തന്നെയായിരിക്കും ഞാൻ തുടങ്ങി വെക്കുന്നത്. അപ്പൊ കാര്യത്തിന്റെയൊക്കെ ഗൗരവം മനസ്സിലാക്കുന്ന ഗേണി നിനക്ക് സൗത്തിലോട്ട് പോകാതെയും നിനക്ക് അവരുടെ രക്ഷകനാകാതെയും വേറൊരു ഓപ്ഷൻ ഇന്ത്യയിലുണ്ട്, അണുവായുധം. ഹൗസ് അട്രേഡീസ് ആർക്കും കാണാതെ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ആ ഒരു അണുവായുധ ശേഖരം എവിടെയാണെന്ന് എനിക്കറിയാം. അപ്പൊ അത് ആക്സസ് ചെയ്യാൻ നീയും അത് കാണിച്ചു തരാൻ ഞാനും ഇവിടെ ഉള്ളപ്പോൾ നീ വേറെ എന്തിനാ ടെൻഷൻ ആവുന്നതെന്ന് പറഞ്ഞ് ഇവനെ ആ സ്ഥലത്തിലോട്ട് കൊണ്ടുപോകാണ്. സോ ബേസിക്കലി എല്ലാ ഹൗസസിനും അവരുടേതായ ഒരു അറ്റോമിക് പവർ ഉണ്ട്. പക്ഷേ ഇവിടെ ഹൗസ് അട്രേഡീസിന്റെ ഇല്ലാതായെന്നാണ് പോള് വിചാരിച്ചത്. പക്ഷേ ഡ്യൂക്ക് ലെറ്റോ അതിനെ ആരും കാണാതെ അറാക്കിസിലാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ സ്ഥലം എവിടെയാണെന്ന് അറിയുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ഗേണി. അങ്ങനെ സ്റ്റിൽഗറിനെയും കൂട്ടിയിട്ട് ഇവരെല്ലാം ആ സ്ഥലത്തിലോട്ട് ചെല്ലുക. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ 92 അറ്റോമിക് വാർഹെഡ് ആണ് അവിടെ നിരത്തി വെച്ചേക്കുന്നത്. ഇറ്റ്സ് മോർ ദാൻ ഇനഫ് ടു ബ്ലോ അപ്പ് ആൻ എൻറ്റയർ പ്ലാന്റ്. ഈ അറാക്കിസിനെ ഇല്ലാതാക്കാൻ ഇത് മാത്രം മതി. ഇതേ സമയം സൗത്തിലെത്തിയ നമ്മുടെ ജെസിക്ക അവളുടെ പരിപാടി നല്ല ക്ലീൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ലിസൺ അൽഗേബിനെ പറ്റിയും പ്രോഫസിയെ പറ്റിയും എല്ലാവർക്കും എടുത്ത് പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും അവളുടെ ഫോളോവേഴ്സ് ആയിട്ട് മാറ്റും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് വാട്ടർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മൺപുഴു എന്നാണ് അവർ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ആദ്യം ഒരു ചെറിയ മൺപുഴുവിനെ കൊന്ന് അതിനെ വെള്ളത്തിൽ മുക്കി ഒരു ട്യൂബ് ഉള്ളിലോട്ടിട്ട് അതിൽ നിന്നാണ് ആ ഒരു ലിക്വിഡ് വെളിയിലോട്ട് എടുക്കുന്നത്. എന്നിട്ട് ലിക്വിഡ് എടുത്ത ശേഷം ആ സ്ത്രീയോട് ഇവിടെ വൈകാതെ ഒരാൾ വരും, അവന് നീ ഇത് കൊടുക്കണം. പക്ഷേ റെവറൻഡ് മദർ ഇത് ആണുങ്ങൾ കുടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കുടിക്കാൻ പറ്റത്തില്ല. പറ്റോ പറ്റാഴികയെല്ലാം മാറട്ടെ, തൽക്കാലം ഞാൻ പറയുന്നത് നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ജെസിക്ക ഇവൾക്ക് ഒരു ഓർഡർ കൊടുക്കുന്നു. പിറ്റേ ദിവസം രാവിലെ വലിയൊരു എക്സ്പ്ലോഷനെല്ലാം കേട്ടിട്ടാണ് ഇവരെല്ലാം ഞെട്ടി ഉണരുന്നത്. ഫെയ്ഡ് അയച്ച ഒരു വാർഷിപ്പ് സീച്ച് ടബറിനെ തന്നെ ഇല്ലാതാക്കുകയാണ്. ഇവൻ കുറെ നാളെ ഇവർക്ക് റോങ്ങി വെച്ചേക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവൻ കയറി പൂശി. സോ ഒരു സീച്ച് ടബറും അവിടെ ഉണ്ടായിരുന്ന ആളുകളും അതിൻ്റെ ഉള്ളിൽ അവർ ശേഖരിച്ച വെള്ളവും എല്ലാം ഇല്ലാതാവുകയാണ്. ഒരുപാട് ഫ്രെമൻസ് ഇല്ലാതായി, പലർക്കും പരിക്കേറ്റു, ഇൻക്ലൂഡിങ് നമ്മുടെ സ്റ്റിൽഗർ. സോ ഇവരുടെ ഈ ഒരു സീച്ച് ടബറിനെ തന്നെ ഇല്ലാതാക്കിയതിനെ തുടർന്ന് ഫ്രെമൻസ് എല്ലാവരും ഹോക്കൻസിനെ എതിർക്കാം അല്ലെങ്കിൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു തീരുമാനത്തിൽ വരുന്നു. തുടർന്ന് അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫ്രെമൻ ലീഡേഴ്സ് എല്ലാവരെയും സൗത്തിലേക്ക് ഒരു മീറ്റിംഗിന് വിളിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ സ്റ്റിൽഗറിന് തീരെ വയ്യല്ലോ, അതുകൊണ്ട് എനിക്ക് പകരം നീ പോകണമെന്ന് പോളിനോട്. പക്ഷേ ഇത് പോൾ സമ്മതിക്കുന്നില്ല. കാരണം അവനോട് സൗത്തിലോട്ട് പോകണമെന്ന് പറയുന്നത് അവൻ തീരെ പറ്റാത്ത കാര്യമാണ്. ആര് പറഞ്ഞിട്ടും തന്നെ അവൻ കൺവിൻസ് ആവുന്നില്ല. ഇവനിപ്പോൾ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയുന്നില്ല. കാരണം ഇവനോട് നിൽക്കാനും പറ്റത്തില്ല, അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ തന്നെ ഫെയ്ഡിന്റെ ആർമി ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. തിരിച്ചെതിർക്കാനായിട്ട് ഇവരുടെ കയ്യിൽ വലിയ പടയും ഇല്ല. ഇപ്പോൾ ഇവിടെ ആകുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സൗത്തിലോട്ട് പോവുക എന്നത് മാത്രമാണ്. പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവന്റെ വിഷൻസ് എല്ലാം തന്നെ സംഭവിക്കും. അവനൊരു സ്ത്രീയുടെ പിന്നാലെ പോകുന്ന പോലെ തോന്നലൊക്കെ ഉണ്ടല്ലോ, അത് അവന്റെ അമ്മ തന്നെയാണ്. അവന്റെ അമ്മയെ ഫോളോ ചെയ്ത് ഇവൻ പിന്നാലെ ചെന്നാൽ അതുമൂലം ഉണ്ടാകുന്ന യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു വീഴും. ഇവൻ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജെയിംസിനോട് ചോദിക്കുന്നത് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്. അതും ഒരു കൈൻഡ് ഓഫ് വിഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവന്റെ കൈകൊണ്ട് ആദ്യം മരിച്ചത് ജെയിംസ് ആണ്. അവനും പറയുന്നത് ആ ഒരു സൗത്തിലോട്ട് പോകണം എന്നാണ്. അപ്പോഴാണ് ചാൻ ഇവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. എടി ഞാനിങ്ങനെ സൗത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടും. ഈ ഇല്ല പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ പോളായിട്ട് ഇരിക്കുന്നിടത്തോളം കാലവും ഞാൻ നിന്റെ കൂടെ എന്തായാലും ഉണ്ടാവും എന്ന് ഇവളാണ് നമ്മുടെ പോളിനെ കൺവിൻസ് ചെയ്തിരിക്കുന്നത് സൗത്തിലോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ ഇവരെല്ലാവരും സൗത്തിലോട്ട് ചെല്ലുകയാണ്, എക്സെപ്റ്റ് ഇവളുടെ ഒരു കൂട്ടുകാരി മാത്രം. അവളെ ഞാൻ സീച്ച് ടബർ വിട്ട് വരില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ സ്റ്റേ ചെയ്യായിരുന്നു. അപ്പോൾ അവിടേക്ക് വൈകാതെ തന്നെ ഫെയ്ഡ് വരുന്നു, അവന്റെ ആർമി വരുന്നു, ഉള്ളിൽ കയറി എല്ലാത്തിനെയും കത്തി നശിപ്പിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇവളെയും കൊന്നു വീഴ്ത്തുന്നു. മിണ്ടാതെ അവരുടെ പോയാൽ മതിയായിരുന്നു, പക്ഷെ കേൾക്കത്തില്ല. ഇതേ സമയം സൗത്തിൽ നമ്മുടെ പോൾ നേരെ ചെന്ന് കയറുന്നത് ആ ഒരു സീക്രട്ട് പ്ലേസിലേക്കാണ്. അവന്റെ അമ്മ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വാട്ടർ ഓഫ് ലൈഫ് കുടിക്കാൻ വേണ്ടി. അവനും അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല, അവനത് അവിടെ ചെയ്തേ പറ്റത്തുള്ളൂ. തുടർന്ന് പോളും ആ ഒരു വാട്ടർ ഓഫ് ലൈഫ് കുടിക്കുകയാണ്. കുടിച്ച ഉടനെ തന്നെ അവന്റെ ഉള്ളിലേക്ക് അത് മൊത്തം ഇറങ്ങി ചെല്ലുന്നു. അവൻ ഏകപ്പെട്ട വിഷൻസ് കിട്ടുകയാണ്. അതിൽ പ്രധാനം ഒന്നായിരുന്നു അറാക്കിസിലെ തന്നെ ഒരു ബീച്ചിന്റെ അവിടെ നിൽക്കുന്ന ഇവന്റെ അനിയത്തിയുടെ മുഖം. ചെറിയ കുട്ടിയല്ല, വളർന്ന് നമ്മുടെ അനിയത്തിയുടെ മുഖമാണ് ഇവന് മുമ്പിൽ കാണുന്നത്. ഇവളുടെ പേര് ആലിയ അട്രേഡീസ് എന്നാണ്. ചേട്ടന് നമ്മുടെ കുടുംബത്തിനെ പറ്റി ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ്
ഇവളൊരു കാര്യം പോളിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ബേസിക്കലി ഈ ഒരു വാട്ടർ ഓഫ് ലൈഫ് ആണുങ്ങൾക്ക് ഭയങ്കര ടോക്സിക് ആണ് കമ്പയർ ടു വുമൻസ്. ഇപ്പൊ റെവറൻഡ് മദർ ആവുന്ന ഒരു സ്ത്രീക്ക് മുമ്പുള്ള സ്ത്രീകളുടെ ഓർമ്മകൾ മാത്രമാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ പോള് ആ ഒരു ചൂസൺ വൺ ആയതുകൊണ്ട് അവന് മുമ്പുള്ള ആളുകളുടെ എല്ലാവരുടെയും ഓർമ്മകൾ കിട്ടുകയാണ്. എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്ന സകല കാര്യങ്ങളും ഇവൻ അറിയുന്നു. ഒപ്പം ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കും എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റിയും കുറച്ച് ധാരണ ഇവന് കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്ന കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു സ്റ്റേജിലൊന്നും അവൻ എത്തിയിട്ടില്ല. എങ്കിലും അവന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന പോലെ തന്നെ ഒരു ഗ്ലിംസ് അവന് കറക്റ്റ് ആയിട്ട് കിട്ടും. എന്നാൽ ഇവിടെ അവൻ കണ്ണു ഓർക്കുന്നില്ല, ഒരുമാതിരി കോമ സ്റ്റേജിൽ കിടക്കുക. സോ അവിടേക്ക് ജെസിക്ക വരികയാണ്. അവിടെ ചാനി വന്ന് അവളോട് ഭയങ്കര ചൂടാവുന്നുണ്ട്. ചാനി അവനെ തിരിച്ചു കൊണ്ടുവരാൻ നിനക്കറിയാം, നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പ്രോഫസിയിൽ അങ്ങനെയാണ്. ഈ പ്രോഫസി എന്ന് പറഞ്ഞ സ്വന്തം മാന് തന്നെ നിങ്ങളിപ്പോൾ കൊന്നേക്കുന്നത്. സ്വയം ഉണ്ടാക്കി വെച്ചതല്ലേ, സ്വയം തിരുത്ത്. എനിക്കത് പറ്റത്തില്ല ചാനി, നീയാണ് അത് ചെയ്യേണ്ടത്. അവൻ തിരിച്ച് ജീവനോട് എഴുന്നേറ്റ് വരണമെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളുടെ കണ്ണീരും അതേപോലെ തന്നെ വാട്ടർ ഓഫ് ലൈഫും അവന്റെ ചുണ്ടിൽ വെച്ച് കൊടുക്കണം. ഇവള് സമ്മതിക്കാതെ വന്നപ്പോൾ ജെസിക്ക വോയിസ് യൂസ് ചെയ്ത് അവളെ കമാൻഡ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞ പോലെ ചെയ്യടി എന്ന് പറഞ്ഞിട്ട്. അവളും അതേപോലെ തന്നെ കണ്ണീരും ആ വാട്ടർ ഓഫ് ലൈഫും മിക്സ് ചെയ്ത് അവന്റെ ചുണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവന്റെ കണ്ണൊക്കെ അനങ്ങാൻ തുടങ്ങുന്ന അവൻ എന്തൊരു ശബ്ദം കേൾക്കുക, ഉണരൂ എന്നൊക്കെ പറഞ്ഞു തീർത്തതും മരിച്ച ഉള്ളി കണ്ണു തുറന്ന് എഴുന്നേറ്റു. ഈ ക്വിസാക്സ് ഹെഡ്രാക്ക് എന്ന് പറഞ്ഞല്ലോ, ഇതാണ് ആ രക്ഷകന്റെ പേര്. മരണത്തിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേക്കുന്ന ഇവരുടെ രക്ഷകനാണ് ക്വിസാക്സ് ഹെഡ്രാക്ക്. ഇത് കണ്ടതും അവിടെയുള്ള എല്ലാവരും ഇവനെ വണങ്ങാണ്, ഇൻക്ലൂഡിങ് സ്റ്റിൽഗർ. നീ ഇത് കുടിച്ച് ചത്തുപോയി ഞാൻ എന്ത് ചെയ്യൂടാന്ന് പറഞ്ഞിട്ട് പോളിന്റെ ചെറുത്ത് നോക്കി രണ്ടെണ്ണം കൊടുത്തിട്ടാണ് ചാനി അവിടെ ഇറങ്ങി പോകുന്നത്. സ്വാഭാവികം, കിട്ടേണ്ടത് തന്നെയാണ്. അവിടെ കിട്ടിയത് നമ്മുടെ പോളും ജെസിക്കയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ പോൾ ഈ ഒരു ക്വിസാക്സ് ഹെഡ്രാക്കായി മാറിയതിനെ തുടർന്ന് ജെസിക്കയെക്കാളും ഭയങ്കര പവർഫുൾ ആണ് അവൻ. നമ്മുടെ ഈ കുടുംബരഹസ്യത്തിനെ പറ്റി അമ്മയ്ക്ക് എത്ര നാളായിട്ട് അറിയാം. പോൾ സത്യമായിട്ടും ഈ ഒരു വാട്ടർ ഓഫ് ലൈഫ് കുടിക്കുന്നവരെ എനിക്കും അറിയത്തില്ലായിരുന്നു. സോ സംഭവം എന്താണെന്നാൽ ഇവർ ആക്ച്വലി അട്രേഡീസ് അല്ല, പകരം ഹോക്കണൻസ് ആണ്. എന്നോട് ആ ട്വിസ്റ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജെസിക്ക ഉണ്ടല്ലോ, അവൾ ആക്ച്വലി നമ്മുടെ ലോർഡ് ബാരന്റെ മകളാണ് അത്ര. അതും ആരിലുണ്ടായത്, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന വയസ്സായിട്ടുള്ള ഒരു റെവർ മദർ ഉണ്ടല്ലോ, ആ ഒരു ഹെലൻ, പുള്ളിക്കാരത്തിയിലുണ്ടായ ലോർഡ് ബാരന്റെ കുട്ടിയാണ് ഈ പറയുന്ന ജെസിക്ക. സോ ഇതും ആ ഒരു ബെനഞ്ചറിന്റെ പ്ലാനിൽ ഒന്നായിരുന്നു. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവന്റെ അച്ഛനെ കൊന്ന ലോർഡ് ബാരൻ ഇവന്റെ മുത്തശ്ശനാണ്. ഇപ്പൊ ഇവനെ കൊല്ലാൻ വേണ്ടി കിടക്കുന്ന ഫെയ്ഡും അതേപോലെ തന്നെ അതിനു മുമ്പ് നടന്ന റബാൻ എല്ലാം ഇവന്റെ കസിൻ ആയിട്ട് വരും. എങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മൾ അട്രേഡീസ് അല്ല, ഹോക്കണൻസ് ആണ്. അപ്പൊ ആ രീതിയിൽ തന്നെ നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് പോള് രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് ഇറങ്ങുക. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഇതുവരെ നമ്മൾ കണ്ട പോളിനെ അല്ല, അത് അവന്റെ നടത്തവും നോട്ടവും ഭാവവും എല്ലാം കണ്ടാൽ നമുക്ക് എവിഡന്റ് ആണ്. അപ്പൊ ഫ്രെമൻസിന്റെ ആ ഒരു മീറ്റിംഗ് നടക്കണ ലീഡേഴ്സ് എല്ലാവരും ഇരിക്കുന്ന ആ ഒരു മീറ്റിംഗിലോട്ട് ഇവൻ അങ്ങ് ഇടിച്ചു ഉള്ളി കയറുക. ആക്ച്വലി ഇവിടെ എൽഡേഴ്സും അതേപോലെ തന്നെ ഫ്രെമൻ ലീഡേഴ്സും മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഇവിടെ പോളിന് സംസാരിക്കണമെങ്കിൽ സ്റ്റിൽഗറിനെ കൊന്നിട്ട് ആ സ്ഥാനം ഇവൻ എടുക്കണം. നമുക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ കൂട്ടത്തിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളെ കൊന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്? കയ്യിലുള്ള കത്തി തല്ലി ഒടിച്ചിട്ടല്ല യുദ്ധത്തിന് തയ്യാറാവുന്നത്. ഉസുൽ എന്റെ ജീവൻ എടുത്തോളൂ, ഇതിൽ വേറെ നമുക്ക് വഴിയില്ല എന്ന് നമ്മുടെ സ്റ്റിൽഗർ അവന്റെ ജീവൻ കൊടുക്കാൻ തയ്യാറാവാണ്. ഇവിടെ വഴി കാണിച്ചു തരുന്നത് ഞാനാണെങ്കിൽ ഞാൻ തീരുമാനിക്കും കേട്ടല്ലോ. ഈ മുറിയിലിരിക്കുന്ന ഒറ്റ ഒരുത്തിന് പോലും എന്നെ എതിർക്കാനുള്ള ത്രാണിയില്ല. ഇത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫ്രെമൻസും പ്രൊവോക്ക് ആയിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കത്തിയൊക്കെ പുറത്തോട്ട് ഇറക്കുന്നു. എന്നിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തന്റെ പാസ്റ്റിൽ നടന്ന കാര്യം അവനങ്ങ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവന്റെ മുത്തശ്ശി എങ്ങനെയാ മരിച്ചുവെന്നും എപ്പോൾ മരിച്ചുവെന്നും എന്താ പേരെന്നും ഒക്കെ അത് അവന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങ് അത്ഭുതപ്പെട്ടു. തുടർന്ന് വീണ്ടും അത് ആവർത്തിച്ചപ്പോൾ അവർക്ക് ഉറപ്പിച്ചു ഇവൻ തന്നെയാണ് ആ ഒരു ലിസൺ അൽഗേബ്. ഞങ്ങൾക്ക് വേണ്ടി എന്താണ് താങ്കൾ കാണുന്നതെന്ന് സ്റ്റിൽഗർ ചോദിച്ചപ്പോൾ ഒരു ഗ്രീൻ പാരഡൈസ് ആണെന്ന് നമ്മുടെ പോൾ മറുപടി പറഞ്ഞു. ആക്ച്വലി ഇതിനു വേണ്ടിയായിരുന്നു ഇവർ ഇത്രയും നാളും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു പ്രോഫസി എന്ന് പറയുന്നതും ഇങ്ങനെ ഒരുത്തം വരും, അവൻ വന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രീൻ പാരഡൈസിലേക്ക് ഫ്രെമൻ എല്ലാവരും കൂട്ടിക്കൊണ്ടു പോകും എന്നായിരുന്നു. എന്നിട്ട് ഇവന്റെ അച്ഛന് ഇവന് കൊടുത്ത ആ ഒരു മോതിരം ഇട്ടിട്ട് ഐ ആം പോൾ മോട്ടീവ് അട്രേഡിസ്, ഇനി മുതൽ ഞാനാണ് ഈ അറാക്കിസിന്റെ ഡ്യൂക്ക്, ഞാൻ കാണിച്ചു തരും ആ ഒരു പാരഡൈസിലേക്കുള്ള വഴി, ഞാൻ കൊണ്ടുപോകും നിങ്ങളെ എന്ന് പറഞ്ഞ് അവിടെയുള്ള എല്ലാവരെയും ഇവൻ കയ്യിലെടുക്കുന്നു. പോളിന്റെ ആ ഒരു ഓരോ ഡയലോഗിലും രോമം എഴുന്നേക്കുന്ന ഒരു പവർ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവൻ ഒഫീഷ്യലായിട്ട് എംപററെ തന്നെ ചാലഞ്ച് ചെയ്തു. ഇതിലൂടെ പോൾ അട്രേഡിസ് മരിച്ചിട്ടില്ല, ജീവനോടുണ്ടെന്നും അവൻ കാണിച്ചു. ഇത് അവിടെയുള്ളവർക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ഇർലാനും ഹെലനും അത് വലിയ ഷോക്കായിരുന്നില്ല എങ്കിൽ ആക്ച്വലി ഹെലൻ ആണ് ഈ ഒരു അട്രേഡിസ് ഇങ്ങനെ ദിനം പ്രതി പവർഫുൾ ആവുന്നത് കണ്ട് എംപറിനെ കൊണ്ട് അട്രേഡിസിനെ ഇല്ലാതാക്കാം എന്ന് പറയുന്ന തീരുമാനം എടുപ്പിക്കുന്നു. ഇപ്പോൾ പോൾ തിരിച്ചു വന്നു, ഇതിലെന്തായിരുന്നു നിന്റെ അച്ഛൻ തോറ്റു, സോ അങ്ങേരുടെ ബ്ലഡ് ലൈൻ നിനക്ക് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ പോളിനെ കല്യാണം കഴിക്കുക എന്നത് മാത്രമാണ്. നിന്റെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത് അത് മാത്രമാണ്. ഒട്ടും വഹിച്ചില്ല, കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞതും എംപറും ഫുൾ ടീമുമായിട്ട് അറാക്കിസിലോട്ട് എത്തുന്നു. ഈ വിവരം പറഞ്ഞ ലോർഡ് ബാരൻ ഈ പറയുന്ന എംപർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും ഈ ഒരു യുദ്ധം നടക്കുവാണെന്നും അല്ലെങ്കിൽ ഈ ഒരു ചാലഞ്ച് നടക്കുന്നുണ്ടെന്ന് പറയുന്ന വിഷയമെല്ലാം ഇംപീരിയത്തിലുള്ള എല്ലാ ഗ്രേറ്റ് ഹൗസസിലേക്കും ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഇതേസമയം ഇപ്പുറത്ത് പോളും കൂട്ടർ വരുന്നിട്ട് എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തൊക്കെ സംഭവിച്ചാലും എംപറിനെ എനിക്ക് ജീവനോടെ കിട്ടണം. അറാക്കിസിലെത്തിയ എംപർ ലോർഡ് ബാരനെയും നമ്മുടെ ഫെയ്ഡിനെയും റബാനെയും എല്ലാവരെയും പൊരിച്ചെടുക്കുന്നു. നീ ആരുടെ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ്, സൗത്തിൽ നടക്കുന്ന വല്ല കാര്യം നീ അറിയുന്നുണ്ടോ? അല്ല മേജസ്റ്റി, ആ ഒരു സൗത്ത് എന്ന് പറയുന്നത് ഒട്ടും ഹാബിറ്റബിൾ അല്ല എന്ന് ലോർഡ് ബാരൻ. നിന്റെ ആ ഹാബിറ്റബിൾ അല്ലാത്ത ആ ഒരു സൗത്തിൽ ലൈഫ് ഫോം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റി. ഇല്ല മേജസ്റ്റി, എനിക്ക്
എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ബാക്കിലുണ്ടായിരുന്ന ഒരു സോൾജർ ഇവനെ അങ്ങ് വെട്ടി വീഴ്ത്തുന്നു. ആദ്യം വെട്ടിയത് ഒരു ട്യൂബാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പുള്ളിയുടെ കൂടെ എപ്പോഴും ഒരു ഉണ്ട സാധനം ഇങ്ങനെ പറന്ന് നടക്കും. പുള്ളിക്ക് തരത്തിലുള്ള ഒരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്. സോ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അതാണ് ആദ്യം മുറിച്ച് കളയുന്നത്. എനിക്ക് അവർ പറയുന്ന ഒരു മോദീവ് ഉണ്ടല്ലോ, അവനെ ജീവനോട് എനിക്ക് കിട്ടണം എന്ന് എംപറർ. ഇതേസമയം അപ്പുറത്ത് നമ്മുടെ പോള് സകല ഫ്രമൻസിനെയും കൂട്ടിയിട്ട് അറ്റാക്കിന് തയ്യാറാവാണ്. ഈ ഒരു സീൻ ഭയങ്കര രസമാണ്. എലിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊസിഷനും ഉണ്ട് മോനെ, വിഷയമാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഷോട്ടാണ്. അവൻ അത്രയും ആളുകളുടെ ഇടയിൽ കൂടെ പുള്ളി ഇങ്ങനെ നടന്നു വരുന്ന ഒരു സാധനമുണ്ട്, കിട്ടില്ലായിരുന്നു. ഒരു സൈഡിൽ അറ്റോമിക് വാർഹെഡ്സ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നു, അപ്പുറത്തെ സൈഡിൽ ആ ഡെസേർട്ടിലുള്ള വലിയ സാൻഡ് വോംസ് വെച്ചിട്ട് അതുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. ഇതിൽ തന്നെ വലിയൊരു ശതമാനം ആൾക്കാരെയും ഇല്ലാതായിട്ടുണ്ട്. അത് പോരാത്തതിന് പുറത്തുണ്ടായിരുന്ന എംപറിന്റെയും ഹോക്കണൻസിന്റെ ആളുകളെ എല്ലാം തന്നെ ഫ്രെമൻസ് അറ്റാക്ക് ചെയ്യുകയാണ്. പെട്ടെന്ന് ഒരുമിച്ച് ഇത്രയും അറ്റാക്ക് വന്നപ്പോൾ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ നാളത്തെ ഒരു പകയായിരുന്നു. ഗേണി ഫൈനലി റബാനെ കൊല്ലുന്നുണ്ട്. ആദ്യ പടത്തിൽ എങ്ങനെ കാണിച്ച മനുഷ്യൻ ഇതിനകത്ത് വന്നപ്പോൾ ഷടേന്ന് അങ്ങ് മരിച്ചുപോയി. എനിക്ക് അതിച്ചിരി സങ്കടം ഉണ്ടായിരുന്നു എങ്കിലും. സോ അധികം വൈകിയില്ല, ഈ ഒരു ഫ്രെമൻസ് എല്ലാവരും ആ ഒരു കംപ്ലീറ്റ് ബേസിനെയും കൺട്രോളിലെടുക്കുന്നു. എംപർ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിലേക്കും ഇവർ പൊളിച്ചു കുത്തി വരുന്നുണ്ട്. അവിടേക്ക് വരുന്ന നമ്മുടെ പോള് നേരെ ചെല്ലുന്നത് ആ ഒരു എംപറിന്റെ അടുത്തേക്കല്ല, പകരം ലോർഡ് ബാരന്റെ അടുത്തേക്കാണ്. കാര്യം മുത്തശ്ശനാണെങ്കിലും സ്വന്തം അച്ഛനെ കൊന്നത് ഇങ്ങനെയാണ്. ആ ഒരു പക ഇവൻ ഇപ്പോഴും ഉണ്ട്. അധികം സംസാരിക്കാൻ നിന്നില്ല, നേരെ കത്തി വെച്ച് കഴുത്തിൽ കുത്തി കൊന്നു. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഓർഡർ കൊടുക്കുകയാണ്, ഇവന്റെ ബോഡി ആ ഒരു ഡെസേർട്ടിലോട്ട് വലിച്ചെറിഞ്ഞേക്കണം. പിന്നെ ഇവരിൽ എംപറിന്റെ ആർമി മൊത്തം കൊന്നേക്ക്. അവര് വേണ്ട, ബാക്കിയുള്ളവരെ എല്ലാവരെയും പ്രിസണേഴ്സ് ആയിട്ട് കുറച്ച് കഴിഞ്ഞ് എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നോണം എന്നും പറഞ്ഞ് അവരെ ഒരു നോട്ടം നോക്കി പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഹൗസ് അട്രേഡിസിനെ അവിടെയുള്ള ആളുകളെയും ഈ ഒരു ഹോക്കണൻസ് എങ്ങനെ ചുട്ട് ചാമ്പലാക്കിയോ അതേപോലെ തന്നെ ഈ ഒരു ഹോക്കണൻസിനെ എല്ലാം ഫ്രെമൻസ് ചേർന്നിട്ട് കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട്. നേരെ ഒന്ന് വിളിക്കുമ്പോഴേക്കും സകല ഹോക്കണൻസും ഇല്ലാതാക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ഗ്രേറ്റ് ഹൗസസ് എല്ലാം അറാക്കസിലേക്ക് വരുന്ന കാഴ്ച ഇവർ കാണുന്നത്. അവർ വെറുതെ വരുമല്ല, ഇവരെ ഫ്രെമൻസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. അപ്പോൾ പോൾ അവർക്കൊരു വാർണിംഗ് മെസ്സേജ് അയക്കുന്നുണ്ട്. അനുവാദം ഇല്ലാതെ ഇങ്ങോട്ട് കയറിയ ഞങ്ങളുടെ കയ്യിലുള്ള ആറ്റോമിക് വാർഹെഡ്സ് വെച്ചിട്ട് സകല സ്പൈസ് ഫീൽഡിനെയും ഞങ്ങൾ അങ്ങ് ഇല്ലാതാക്കി കളയും. പിന്നെ പേരിന് പോലും ഒരു സ്പൈസ് നിനക്കൊന്നും കിട്ടത്തില്ല എന്നൊരു വാർണിംഗ് ഗ്രേറ്റ് ഹൗസസിലേക്ക് ഈ ഒരു പോൾ അയക്കുന്നു. ഇത് കേട്ടത് അവിടെ ഉള്ളൊരു ഞെട്ടിപ്പോവുക. നീ ആരാണെന്ന് നിന്റെ വിചാരിക്കുന്ന എംപറർ? അവൻ വെറുതെ പറയുന്ന ബ്ലഫി ആണെന്ന് ഫെയ്ഡ്. നീ എന്താ ചെയ്യാൻ പോകുന്നത് നിനക്ക് വല്ലതും അറിയുന്നുണ്ടോ എന്ന് ഹെലൻ ചോദിച്ചത്. എപ്പോൾ കേൾക്കുമ്പോഴും എനിക്ക് ആ ഒരു സാധനം കയറും. സാറ്റിസ്ഫാക്ഷൻ. നീ വൈകാതെ എൻ്റെ കാലിച്ചോട്ടി കടക്കൂടാന്ന് പറഞ്ഞിട്ട് എംപറർ. കാൽച്ചോട്ടിലോ? അതിനാദ്യം തല വേണോടോ, വെട്ടി അരിയില്ല ഞാൻ. അല്ലെങ്കിൽ തനിക്ക് ഞാൻ ഒരു ഓപ്ഷൻ തരാം, തന്നെ ഞാൻ വെറുതെ വിടാം, തൻ്റെ മകളെ ഞാൻ എടുത്തോളാം, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് ഭരിക്കാം. എന്ത് പറയുന്നു എംപറർ എന്ന് പറഞ്ഞൊരു ചോദ്യം. ഇത് കേട്ട ചാനി ഭയങ്കര ഷോക്കാവാണ്. കാരണം ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ അവൻ. പക്ഷെ എന്ത് സംഭവിച്ചാലും എൻ്റെ അച്ഛന് വേണ്ടി താൻ മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ നിന്റെ അച്ഛനെ ഞാൻ എന്തിനാ കൊന്നെന്ന് നിനക്കറിയോ? അവൻ്റെ ഹൗസ് ഭയങ്കര സ്ട്രോങ് ആണ്, അവനും ആൾ അടിപൊളിയായിരുന്നു. പക്ഷേ അവൻ്റെ ഭരണം, അവൻ മൈൻഡ് കൊണ്ടല്ല റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ മനസ്സുകൊണ്ട് റൂൾ ചെയ്തത്. ചുരുക്കത്തിൽ നിന്റെ അച്ഛൻ ഒരു വീക്ക് മാൻ ആയിരുന്നു എന്ന് പോളിന്റെ മുഖത്ത് നോക്കി എംപറർ പറയുന്നു. ഇനി നമുക്കിടയിൽ സംസാരമില്ല, നേരിട്ട് വാ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചൂസ് ചെയ്യും. തുടർന്ന് എംപറർ ഫെയ്ഡിനെയാണ് പുള്ളിയുടെ ആളായിട്ട് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനൽ ഷോ ഡൗൺ ആണ്, അതായത് പോൾ വേഴ്സസ് ഫെയ്ഡ്. അവരുടെ ഇടയിൽ ഫൈറ്റും തുടങ്ങുന്നു. ഫെയ്ഡ് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് പോളിന്റെ വയറ്റിലേക്ക് ഇവൻ കത്തി വെച്ച് കുത്തുന്നുണ്ട്. പോളിന് കുത്തു കിട്ടിയതും ബാക്കിയുള്ളവരെല്ലാം ഭയങ്കര ടെൻഷൻ ആവും. തുടർന്ന് വീണ്ടും ഫൈറ്റ് നടക്കുകയാണ്. അങ്ങനെ പോയി അവസാനം പോളിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ഫെയ്ഡിനെ നെഞ്ചത്ത് കുത്തി ഇറക്കി അവനെ കൊല്ലുന്നു. ഇപ്പോഴാണ് ചാനിക്കും സ്റ്റീൽഗറിനും ഗേണിക്കും അവിടെയുള്ള എല്ലാവർക്കും ഒന്ന് ശ്വാസം തിരിച്ചു വീഴുന്നത്. അടുത്തത് നീയാടാന്ന് പറഞ്ഞിട്ട് എംപറിന്റെ അങ്ങോട്ട് ഇവൻ ചെല്ലുന്ന സമയത്താണ്, ലൈഫ് ഡേറ്റ് ഇപ്പൊ തീർന്നില്ലേ, ഇനി വേണ്ട, എന്റെ അച്ഛന്റെ ജീവൻ സ്പെയർ ചെയ്യും, ഞാൻ നിന്റെ വൈഫ് ആയിക്കോളാം, എംപറർ സ്ഥാനം നിനക്ക് തന്നെയായിരിക്കും, അങ്ങനെയാണെങ്കിൽ നീ എന്റെ കൈ ചുംബിക്കടാന്ന് പറഞ്ഞിട്ട് പോൾ അവന്റെ കൈ നമ്മുടെ എംപറിനെ നീട്ടി വെച്ച് കൊടുക്കുന്നു. പുള്ളിയും വേറെ വഴിയില്ലാതെ ജീവനിൽ പേടിച്ചിട്ട് ഉമ്മ വയ്ക്കുന്നു. ആ ഉമ്മ വയ്ക്കുന്ന മോതിരം ശ്രദ്ധിച്ചോ, നമ്മുടെ അട്രേഡിസിന്റെ ആണ്. എന്നാൽ ഇതെല്ലാം കണ്ടുപിടിക്കുന്ന ചാനിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അത് നമ്മുടെ ഇർലാനും കാണുന്നുണ്ട് അവൾ ഇറങ്ങി പോകുന്നത്. എന്നാൽ ഗ്രേറ്റ് ഹൗസസ് ആരും ഇവൻ കൊടുത്ത വാണിംഗ് കാര്യമാക്കുന്നില്ല, ഇവനെയും ഉൾക്കൊള്ളുന്നില്ല ആ ഒരു എംപറായിട്ട്. അവർ തിരിച്ച് അതിനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. തുടർന്ന് ഗ്രേറ്റ് ഹൗസസിനെതിരെയും പോൾ തിരിയാണ്. ഈ ഹോളി വാർ എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അത് ഇവിടെയാണ് സ്റ്റാർട്ട് ആവുന്നത്. ഇവന്റെ കമാൻഡ് അനുസരിച്ച് സർവ്വ പേരും ആ ഒരു സ്പേസ്ഷിപ്പിൽ അറ്റാക്കിന് തയ്യാറാവുന്നു. എന്നാൽ ഇതൊന്നും നമ്മുടെ ചാനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ അവൾ അവരിൽ നിന്നും വേർവിട്ട് പോവുകയാണ്. ഒരു വലിയൊരു വേമിനെ കോൾ ചെയ്ത് അവൾ അതിൽ റൈഡ് ചെയ്ത് വേറെ അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറാവും. ഇങ്ങനെ ഈ ഒരു ഷോട്ട് കാണിച്ചിട്ടാണ് ഈ ഒരു പടം അവസാനിക്കുന്നത്. ആദ്യ പടം പോലെ തന്നെ ഇതും ഒരു ഓപ്പണന്റഡ് ആയിട്ടാണ് അവസാനിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ഡ്യൂൺ പാർട്ട് 3 മിഷിഹയിലാണ് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ ഹോളി വാർ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അതിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളും അതിനേക്കാളും വലിയ കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻ ജെസറിറ്റ് ആയിട്ടുള്ള നമ്മുടെ ജെസിക്കയാണ്. ജെസിക്ക ആക്ച്വലി നമ്മുടെ ഡ്യൂക്ക് ലെറ്റോന്റെ ഭാര്യയല്ല. അവർ തമ്മിൽ ഒരു കല്യാണം കഴിച്ചിട്ടില്ല, അവർ ഒരുമിച്ച് ജീവിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് രണ്ടുപേർക്കും ജനിക്കുന്ന ഒരു ആൺകുട്ടിയാണ് നമ്മുടെ പോൾ. ഹെലനാണ് ജെസിക്കെ പറഞ്ഞു വിട്ട് ഡ്യൂക്കിനെ വശീകരിച്ച് അവൻ മൂലം ഒരു പെൺകുട്ടിയെ പ്രസവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കമാൻഡ് ജെസിക്ക അനുസരിക്കുന്നില്ല. തുടർന്നാണ് പോൾ ഉണ്ടാവുന്നത്. പാർട്ട് 1 ലെറ്റോയും ജെസിക്കയും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അതിന് ഇമ്പോർട്ടൻസ് എനിക്ക് അപ്പം മനസ്സിലായില്ല, പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു. പോളിനെ നീ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ചെയ്യൂന്നാണ് ജെസിക്ക പറയുന്നത്. ഒരു അമ്മയായിട്ടല്ല, ഒരു ബെൻ ജെസറിറ്റ് ആയിട്ട് നീ അവനെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ് എനിക്ക് അറിയേണ്ടത്. ആ ചോദ്യത്തിന് അവിടെ നമ്മുടെ ജെസിക്ക ഒരു മറുപടി കൊടുക്കുന്നില്ല. കാരണം
കാരണം അവിടുന്ന് അവൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇൻഫാക്ട് പോൾ പോലും ഇങ്ങനെയെല്ലാം മാറാനുള്ള കാരണം പോലും ജെസിക്ക അവൻ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അതിന്റെ ഒരു സിംബോളിസം ആയിരുന്നു ശവക്കൂട്ടങ്ങളുടെ സ്കള്ളിന്റെ ഇടയിൽ കൂടെ ജെസിക്ക നടന്നു പോകുന്നതും അതിനെ ഫോളോ ചെയ്ത് ഇവൻ പോകുന്നതും. ജെസിക്കയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു ഹോക്കണനാണ്, ലോർഡ് ബാരൻ. അതേപോലെ തന്നെ അമ്മ എന്ന് പറയുന്നത് ഹെലൻ, ഒരു ബെനജസെർട്ട് ആണ്. ഇവൾക്കും ലെറ്റോയ്ക്ക് ഒരു കുട്ടിയായിരിക്കുന്നു പോള്. ലെറ്റോ ഒരു അട്രേഡീസ് ആണ്. അപ്പോൾ പോളിന്റെ ബ്ലഡ് ലൈൻ എന്ന് പറയുന്നത് ഇത്രയും എണ്ണത്തിന്റെ മിക്സ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ഒരു സൗത്തിൽ വന്ന ആ ഒരു വാട്ടർ ഓഫ് ലൈഫ് കുടിച്ച ശേഷം കംപ്ലീറ്റ് വേറൊരു പോളിനെയാണ് നമ്മൾ കാണുന്നത്. അതായത് ആ ഒരു പ്രോസസ്സിൽ അവൻ മനസ്സിലാക്കുന്ന, അവൻ അറ്റൈൻ ചെയ്യുന്ന ഒരു നോളേജ് ഉണ്ട്, അവൻ അനുഭവിച്ച ഒരു പെയിൻ ഉണ്ട്, അവൻ കാണുന്ന വിഷൻസ് ഉണ്ട്. ഇതെല്ലാമാണ് അവനെ ചേഞ്ച് ചെയ്യുന്നത്. വാട്ട് സപ്പോസ് ടു ഹാപ്പൻ ഷുഡ് ഹാപ്പൻ എന്ന് പറയുന്ന ആ ഒരു ലൈനാണ്. അവിടെ അവൻ അത് തിരുത്താനോ അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു വലിയ അധികാരമൊന്നുമില്ല. പോളിന്റെ ആ ഒരു ഈവിൽ അല്ലെങ്കിൽ ആ ഒരു ഹോക്കണൻ സൈഡ് കാണിക്കാൻ വേണ്ടി അതിനുശേഷം അവനെ കാണിക്കുമ്പോഴെപ്പോഴും ഒരു ബ്ലാക്ക് ക്ലോത്ത് അവൻ കഴുത്തിന് ചുറ്റിട്ടുണ്ടാവും. അതിന് മുമ്പ് വരെ ഫ്രമൻസിന്റെ കൂടെയുള്ള ആ ഒരു ബ്രൗൺ രീതിയിലുള്ള സാധനമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ പുള്ളിയുടെ ഉയർത്തെഴുന്നേപ്പ് പുള്ളി ഇങ്ങനെയാണ് വന്നേക്കുന്നത്, വിച്ച് സിംബിളൈസസ് ഹിസ് ഇന്നർ ഈവിൽ എൻറ്റിറ്റി. ഇപ്പൊ ചാനയുടെ കേസിൽ വരുമ്പോൾ ചാനി ഒരു എന്താ പറയുക, ഒരു നീല കളറിലുള്ള ഒരു ഹെഡ് ബാൻഡ് വെക്കുന്ന രീതിയിലൊരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ക്ലോത്ത് വെച്ചിട്ട്. വേറെ ഒരു ഫ്രമൻ സ്ത്രീകളും അങ്ങനെ ചെയ്തിട്ടില്ല. അവൾ എപ്പോൾ തൊട്ട് ഇടാൻ തുടങ്ങിയെന്നറിയോ? ഇവനോടുള്ള ഇഷ്ടം സ്റ്റാർട്ട് ആവുന്നപ്പോൾ തൊട്ട്. അത് ആക്ച്വലി അവരുടെ കൾച്ചറിൽ ഒരു ഭാഗമായിരുന്നു. താൻ കമ്മിറ്റഡ് ആണ്, എൻ്റെ അടുത്ത് ലൈൻ അടിക്കാൻ വേണ്ടി ആരും വരണ്ട എന്നൊരു കാര്യം ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമായിരുന്നത്. ആദ്യം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു എന്തിനാ ഈ ഒരു നീല ഹെഡ് ബാൻഡ് ഇട്ടേക്കുന്നതെന്നൊക്കെ. പിന്നെയല്ലേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അറ്റ്ലീസ്റ്റ് ഇവളെങ്കിലും ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ കമ്മിറ്റഡ് ആണെന്ന്. വേറെ ഞാൻ പറയുന്നില്ല. ദെൻ ഡെനിവിലിന്റെ ഈ ഒരു ഡ്യൂൺ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് സോഴ്സ് മെറ്റീരിയലിൽ നിന്നും കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനം എന്ന് പറയുന്നത് പോളിന്റെ അനിയത്തിയാണ് ആലിയ. ആക്ച്വലി പോളും ജെസിക്കയും ഈ ഒരു സീച്ച് ടബറിൽ എത്തി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പടത്തിനകത്ത് ആ ഒരു ഫ്യൂ മന്ത്സിന്റെ ഗ്യാപ്പേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ശരിക്കും ഒരുപാട് വർഷങ്ങൾ കടന്നു പോകുന്നുണ്ട്. സ്റ്റിൽഗർ പോളിനെ പഠിപ്പിക്കുന്ന ആ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടല്ലോ, അതും ഒരുപാട് വർഷം, 2 വർഷം കണ്ട് പോകുന്നുണ്ട്. സോ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ജെസിക്കയുടെ കുട്ടി ജനിക്കുന്നുണ്ട്, ആലിയ. ഇൻഫാക്ട് ഈ ഒരു കുട്ടിക്കായിരുന്നു എല്ലാവരെക്കാളും എബിലിറ്റീസ് ഉണ്ടായിരുന്നത്. ഇൻഫാക്ട് ആ ഒരു റെവറൻഡ് മദർ ആവാനുള്ള ഒരു പ്രൊസീജിയറിൽ ജനിച്ചപ്പോഴേ ഇവൾക്ക് അത്രയും എബിലിറ്റീസ് വന്നതുകൊണ്ട് ഷീ ഈസ് ഫാർ മോർ സുപ്പീരിയർ ദാൻ എനി ഓഫ് ദം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് മാത്രമല്ല ലോർഡ് ബാരനെ കൊല്ലുന്നത് പോലും ആലിയ ആയിരുന്നു, പോളല്ല. ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, എനിക്കിത് അറിയുന്നത് ഞാൻ ഇതിന് ശേഷം മറ്റേ പഴയ പണ്ടത്തെ ഡ്യൂൺ എടുത്ത് കണ്ടു. അതിനകത്ത് അവർ ബുക്കിലുള്ള അതേ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവരിപ്പോൾ ഈ കൊണ്ടുവന്ന ഈ ഒരു ചേഞ്ച് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതിലുള്ള പോലെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസ് ആയി പോകുന്ന ഒരു തോന്നൽ എനിക്കുണ്ട്. എനിക്ക് ഈ 2 ഡ്യൂൺ സിനിമകളുടെയും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഭയങ്കര ഇഷ്ടമായി. ആദ്യ പടം സ്റ്റാർട്ട് ആവുന്നത് തന്റെ മണ്ണായിട്ടുള്ള അറാക്കിസിൽ ഹോക്കണൻസ് വന്ന് ഈ പറഞ്ഞ സ്പൈസ് മൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന സീന് കാണിച്ചിട്ടാണ്. ഈ പടം അവസാനിക്കുമ്പോൾ ഹോക്കണൻസ് മൊത്തം ഇല്ലാതാക്കിയ ശേഷം പോളും ബാക്കിയുള്ളവരും ഈ അറാക്കിസ് തന്നെ വിട്ടിട്ട് പുറത്തോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോഴും ചാനി ഉള്ളത് അറാക്കിസിൽ തന്നെയാണ്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സ്റ്റോറി എങ്ങനെ, മിഷിയുടെ സ്റ്റോറി എന്താ ഏതൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഐ തിങ്ക് ചാനിക്കാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വലിയ ഇതിനോടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഒരു ആന്റി ഹീറോ ടൈപ്പാണ് ഈ ഒരു സ്റ്റോറി മൊത്തം പോകാൻ പോകുന്നത്. അതുകൊണ്ട് ആരാ എപ്പോഴാ എന്ന് പറയുന്നൊരു ചോദ്യം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഈ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. എനിക്ക് അറിയുന്ന പക്ഷമാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വ്യത്യസ്തമായ സിനിമയായിട്ട് കാണുന്നവരെ ബൈ.